ഹായ് ഹലോ ആൻഡ് വെൽക്കം ടു IAS ഫാക്ടേഴ്സ് ഹിന്ദു ന്യൂസ് പേപ്പർ അനാലിസിസ്. ഒരു ചെറിയ ബ്രേക്ക് വന്നുപോയി. സോ എല്ലാം കോമ്പൻസേറ്റ് ചെയ്തെടുക്കുന്നുണ്ട്. ഇന്നിപ്പോൾ ഡിസംബർ 2 വാർത്തയാണ്. ഒരു ഇമ്പോർട്ടൻറ്റ് കോണ്ടന്റ് മിസ്സാവുന്നില്ല, എല്ലാം ഇതിനകത്ത് പഠിപ്പിക്കുന്നുണ്ട്. സോ അടുത്ത തേർഡും ഫോർത്തും ഇനി വരുന്ന അടുത്ത കുറച്ച് അവേഴ്സിൽ ഞാനിത് അപ്ലോഡ് ചെയ്യാം. സോ വിൽ സ്റ്റാർട്ട് ഓഫ് വിത്ത് സെക്കൻഡിൽ പ്രധാനപ്പെട്ട വാർത്തകൾ ഏതൊക്കെയാണെന്ന് സ്റ്റാർട്ട് ചെയ്ത് പോവാം. ഇന്നൊരു പരസ്യമാണ്, RBI കൊടുത്തിരിക്കുന്ന ഒരു പരസ്യമാണ്. കാരണം നമുക്ക് ഇത് എന്തിൻ്റെ ബേസിസിലാണ് ഈ പരസ്യം വന്നിരിക്കുന്നത് എന്നുള്ളത്, നമുക്ക് ചില സമയത്ത് പരസ്യം ഇമ്പോർട്ടൻ്റ് ആണെന്ന് പറയുന്ന പോലെ പരസ്യത്തിൽ നിന്ന് നമുക്ക് ഒരുപാട് കാര്യങ്ങൾ പഠിക്കാൻ പറ്റും. സോ ഇന്നത്തെ പ്രധാനപ്പെട്ട ഇതിനകത്ത് നമുക്ക് മനസ്സിലാവേണ്ടത്, ഓൾറെഡി ഡിജിറ്റൽ അറസ്റ്റ് ഭയങ്കര വലിയൊരു ഡിസ്കഷൻ പോയിന്റ് ആണ്. ആൾക്കാർ ഫോണിലൂടെ വിളിച്ചിട്ട് RBI ആണെന്നും ഡിജിറ്റലി നിങ്ങൾ അറസ്റ്റ് ചെയ്യുന്നൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് കേസുകൾ നമ്മുടെ അടുത്ത് വരുന്നുണ്ട്. അപ്പോൾ ഈ ഡിജിറ്റൽ അറസ്റ്റ് എന്താണെന്നുള്ളത് അതിന് ആൾക്കാർക്ക് അവയർനെസ് കൊടുക്കാൻ വേണ്ടിയാണ് ഇത് ചെയ്യുന്നത്. കണ്ടോ, ഇമ്മീഡിയറ്റ് ട്രാൻസ്ഫർ ഓഫ് മണി, ബ്ലോക്കിംഗ്, ത്രെറ്റനിങ് ഒക്കെ ചെയ്യുകയാണെങ്കിൽ അതിൻ്റെതായ ആപ്സ് പാനിക് ചെയ്യരുത്. അപ്പോൾ എന്തായാലും RBI ഒരു പ്രധാനപ്പെട്ട അറിവ് ഇവിടെ ഇൻഫർമേഷൻ ഇവിടെ ഡിസമിനേറ്റ് ചെയ്യാണ്. അപ്പോൾ ഞാൻ വിചാരിച്ചു അത് നമ്മളും കൂടെ ഇതിനകത്തൊരു ഭാഗമാകാമെന്നല്ലേ. സോ കഴിഞ്ഞ കുറേ ദിവസമായിട്ട് യു ക്യാൻ സീ ദാറ്റ് ദി നമ്പർ ഓഫ് കേസസ് റിലേറ്റിംഗ് ടു ഡിജിറ്റൽ അറസ്റ്റ് ആർ ഓൺ ദ റൈസ്. അടുത്ത ഇങ്ങനെ പോവുകയാണെങ്കിൽ ഏകദേശം പറയുന്നുണ്ട് എത്ര കോടി രൂപയാണെന്നറിയോ പോയിരിക്കുന്നത്, ലക്ഷം. ഇങ്ങനെ പോകുമ്പോൾ എന്താണെന്ന് വെച്ചാൽ ഏകദേശം 1% നമ്മുടെ GDP ഗ്രോത്ത് റേറ്റിൻ്റെ 1% നമുക്ക് പോയി കിട്ടുമെന്നാണ് പറയുന്നത്. സോ ആൾക്കാരെല്ലാം അവെയർ ആയിട്ടിരിക്കുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ. സോ മൂവിങ് ഓൺ, ഇനി അടുത്ത പ്രധാനപ്പെട്ട വാർത്ത നോക്കുകയാണെങ്കിൽ, ഫസ്റ്റ് ഓഫ് ആൾ ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് കോണ്ടന്റ് ഇസ് റിഗാർഡിംഗ് നോർത്ത് തമിഴ്നാട്, പുതുച്ചേരി ബിയർ ദ ബ്രണ്ട് ഓഫ് ഫെങ്കൽ. ഇത് ഓൾറെഡി നമുക്ക് അറിയുന്നതാണ്. ഒരു സൈക്ലോണിക് ഇമ്പാക്റ്റ് വരുമ്പോൾ നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തതാണ്. ഈ കോണ്ടെക്സ്റ്റിൽ നിങ്ങൾ ഐ എം അസ്യൂമിങ് ദാറ്റ് യു മസ്റ്റ് ഹാവ് ബൈ ദിസ് ടൈം യു മസ്റ്റ് ഹാവ് ലേൺഡ് അബൌട്ട് എന്താണ് സൈക്ലോൺ എങ്ങനെ ഉണ്ടാവും, എന്തുകൊണ്ടാണ് ബേ ഓഫ് ബംഗാളിൽ സൈക്ലോൺ ഉണ്ടാവുന്നത്, അവിടുത്തെ ഓഷ്യൻസിൻ്റെ പ്രത്യേകത എന്താണ്, ഇങ്ങനെ. പിന്നെ ഇപ്പോഴത്തെ സൈഡിൽ നമ്മൾ GS പേപ്പർ 4 എസ്പെഷ്യലി GS പേപ്പർ 4 എത്തിക്സ് ഇൻറ്റഗ്രിറ്റിയിലും നമ്മുടെ കേസ് സ്റ്റഡിയിലൊക്കെ ഇങ്ങനത്തെ ഒരു ക്രൈസിസ് ഉണ്ടായിക്കഴിഞ്ഞാൽ ഇമ്മീഡിയറ്റ് റീഹാബിലിറ്റേഷൻ അല്ലെങ്കിൽ അഡ്മിനിസ്ട്രേറ്റീവ് മെഷേഴ്സ് എന്താണെന്നുള്ളത് ഒരു അഡ്മിനിസ്ട്രേറ്റർ എന്ന രീതിയിലും ഡിസ്ട്രിക്ട് കളക്ടർ അല്ലെങ്കിൽ ഡിസ്ട്രിക്ട് മജിസ്ട്രേറ്റ്, സിറ്റി പോലീസ് കമ്മീഷണർ, ഒരു അഡ്മിനിസ്ട്രേറ്റർ എന്ന രീതിയിൽ യു ഷുഡ് ഹാവ് എൻ ഐഡിയ എന്താണ് വാട്ട് ഈസ് ദ ഇമ്മീഡിയറ്റ് തിങ് ദാറ്റ് വി ഹാവ് ടു ഡു ഇൻ ദിസ്. അപ്പോൾ ഇങ്ങനെ ഡെയിലി ഇങ്ങനെ റീഹാബിലിറ്റേഷൻ വരുമ്പോൾ നമ്മൾ സിവിൽ സർവീസിന് പ്രിപ്പയർ ചെയ്യുമ്പോൾ യു ഷുഡ് ബി വെരി ക്ലിയർ അബൌട്ട് ഈ കാര്യങ്ങളെക്കുറിച്ചൊക്കെ നിങ്ങൾ ആലോചിച്ചിട്ടുണ്ടാവണം. ഓക്കെ, ദാറ്റ് ഈസ് ഇമ്പോർട്ടൻറ്റ് കോണ്ടന്റ് ഹിയർ. പിന്നെ പൊളിറ്റിക്കൽ വാർത്തകൾ മാറ്റിക്കഴിഞ്ഞാൽ, ബാംഗ്ലാദേശ് അപ്ഹീവൽ ഹാസ് നോട്ട് ലെഡ് ടു എ സ്പൈക്ക് ഇൻ ബോർഡർ ഇന്റർസെപ്ഷൻ. ഇത് വേറൊന്നുമല്ല, ബാംഗ്ലാദേശ് അപ്ഹീവൽ ഹാസ് നോട്ട് ലെഡ് ടു സ്പൈക്ക് ഇൻ ബോർഡർ ഇന്റർസെപ്ഷൻ എന്ന് പറയുമ്പോൾ ഓൾറെഡി നമുക്കറിയാം ഇന്ത്യ ബാംഗ്ലാദേശ് ബോർഡറിൽ വലിയൊരു ചലഞ്ചാണല്ലോ. ഇന്ത്യ ഡെഫിനറ്റ്ലി ഇതിനകത്ത് വരുന്നൊരു കാര്യം കൂടാണ്. ഇന്ത്യ ബാംഗ്ലാദേശ് ബോർഡർ ഡിസ്പ്യൂട്ട് എന്ന് പറയുമ്പോൾ ബോർഡറിൽ തന്നെ ഒരുപാട് ആൾക്കാർ ഇന്ത്യയിൽ നിന്നും ബാംഗ്ലാദേശിൽ നിന്നും ഇന്ത്യയിലേക്കാണ് കൂടുതൽ ആൾക്കാർ വരുന്നത്. പക്ഷെ അപ്പോഴും റിപ്പോർട്ട് പറയുന്നുണ്ട് ഇന്ത്യയിൽ നിന്നും ബാംഗ്ലാദേശിലേക്ക് പോകുന്ന ആൾക്കാരും ഉണ്ട്. സോ റീസെന്റ് ഇഷ്യൂസ്, ബാംഗ്ലാദേശിൽ നടന്ന ഇഷ്യൂസ് കാരണം നോ മേജർ റൈസ് ഇൻ നമ്പർ ഓഫ് അൺഡോക്യുമെന്റഡ് പീപ്പിൾ ഡ്യൂ ടു ദ പൊളിറ്റിക്കൽ ചേഞ്ച് ഇൻ ബാംഗ്ലാദേശ്. കാര്യമായിട്ടുള്ള അൺഡോക്യുമെന്റ് ആയിട്ട് വരുന്ന ആൾക്കാരുടെ എണ്ണത്തിൽ കുറവും വ്യത്യാസമൊന്നും ഇല്ലെന്നാണ് അവർ പറയുന്നത്. അപ്പോൾ ഇത്തരം ഒരു വാർത്ത വരുമ്പോൾ വി ഷുഡ് ബി വെരി ക്ലിയർ, നമുക്ക് വലിയൊരു ക്ലാരിറ്റി ഉണ്ടാവണം. അതായത് ഡെഫിനറ്റ്ലി ഇന്ത്യയും ബാംഗ്ലാദേശും നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന ഒരു പ്രധാനപ്പെട്ട ഇഷ്യൂവിൽ ബോർഡർ എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻറ്റ് കാര്യമാണ്. കാരണം ഇതുവഴി ഇല്ലീഗലായിട്ട് ആൾക്കാർ ഇന്ത്യയിലേക്ക് കടക്കാൻ ശ്രമിക്കുന്നുണ്ട്. അതുതന്നെയാണ് ജാർഖണ്ഡിലെയും ഇവിടെ എല്ലാവരും ഡിസ്കസ് ചെയ്യുന്ന പ്രധാനപ്പെട്ട ഇഷ്യൂ. ഇല്ലീഗൽ മൈഗ്രേഷൻസ് ഡെഫിനറ്റ്ലി ഒരു രാജ്യം അൺസ്റ്റേബിൾ ആകുമ്പോഴാണല്ലോ പ്രശ്നങ്ങൾ ഉണ്ടാവും. ബാംഗ്ലാദേശിൽ ഓൾറെഡി ഒരുപാട് ഇൻസ്റ്റെബിലിറ്റി ഉണ്ട്. അപ്പോൾ സ്വാഭാവികമായിട്ടും അവിടെ നിന്ന് ആൾക്കാർ കുറച്ചും കൂടെ പീസ്ഫുൾ ആയിട്ടുള്ള സ്ഥലത്തേക്ക് വരാൻ നോക്കും. അങ്ങനെ ഇന്ത്യയിലേക്ക് വരാൻ നോക്കുന്നുണ്ട്. കണ്ടോ, അൺഡോക്യുമെന്റഡ് ഇത് പറയുന്നുണ്ട്. ഇത്രയും വർഷം അൺഡോക്യുമെന്റഡ് ആയിട്ട് ബാംഗ്ലാദേശീസ് വരുന്നതിൻ്റെ എണ്ണമാണ് പറയുന്നത്. അപ്പോൾ അതിനെക്കുറിച്ചിട്ടൊരു ചെറിയൊരു ഐഡിയ നമുക്കിവിടെ ഉണ്ടാക്കിയെടുക്കണം. ഐ ഹോപ്പ് ദാറ്റ് ഈസ് ക്ലിയർ. അതാണ് ഇതിൽ കൂടുതൽ പറയുന്നത്. പിന്നെ ഇതും പ്ലാസ്റ്റിക് ട്രീറ്റിൽ ഇതുവരെ തീരുമാനമായിട്ടില്ല. നമ്മളിവിടെ ഡിസ്കസ് ചെയ്യുന്നത് ഗ്ലോബൽ പ്ലാസ്റ്റിക് ട്രീറ്റിയാണ്. ലോകത്തെ രാജ്യങ്ങൾ എല്ലാവരും കൂടെ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഈ ഗ്ലോബൽ പ്ലാസ്റ്റിക് ട്രീറ്റി കഴിഞ്ഞ നമ്മുടെ കറണ്ട് അഫയേഴ്സിൻ്റെ ക്ലാസ്സിൽ വളരെ ഡീറ്റെയിൽ ആയിട്ട് ഞാൻ ഡിസ്കസ് ചെയ്തതാണ്. പ്ലാസ്റ്റിക് ട്രീറ്റി എന്താണ്, അതേപോലെ സിംഗിൾ യൂസ് പ്ലാസ്റ്റിക് സപ്പ് എന്താണെന്നൊക്കെ ഞാൻ നിങ്ങൾക്ക് ആപ്പിൽ IAS ഫാക്ടറിൻ്റെ ആപ്പിൽ പോയി കഴിഞ്ഞാൽ കറണ്ട് അഫയേഴ്സിൻ്റെ 12ാമത്തെ ക്ലാസ് നിങ്ങൾക്ക് ഈ ഡീറ്റെയിൽസ് എല്ലാം ഇതിനകത്ത് ഡീറ്റെയിൽ ആയിട്ട് കൊടുത്തിട്ടുണ്ട്. സോ യു ക്യാൻ ടേക്ക് എ ലൈറ്റ്. ഇതിനകത്തും തീരുമാനങ്ങളൊന്നും ആയില്ലെന്നാണ് പറയുന്നത്. ഉടനെ തീരുമാനമൊന്നും ആവുന്നില്ല. രാജ്യങ്ങൾ തമ്മിലൊരു ഇത് ബുസാൻ സൗത്ത് കൊറിയയിലാണ് നടക്കുന്നത്. ഒരു ഫ്രെയിം വർക്ക് ഉണ്ടാക്കാൻ പറ്റുന്നില്ല. പ്ലാസ്റ്റിക് പൊല്യൂഷൻ എലിമിനേറ്റ് ചെയ്യാനുള്ള ഒരു ഫ്രെയിം വർക്ക് ഇവർക്ക് ദേ ആർ നോട്ട് ഏബിൾ ടു കം ടു എ കോമൺ ടേംസ്. അങ്ങനെ എത്താൻ പറ്റുന്നില്ല അവർക്ക്. സോ പതുക്കെ കുറച്ചുകൂടെ കഴിയുമ്പോൾ ഇനിയിപ്പോൾ INC 5 ആണ് നടക്കുന്നത്. ഇപ്പം
നെഗോസിയേഷൻ കമ്മിറ്റി, ഇന്റർ ഗവൺമെന്റ് നെഗോസിയേഷൻ കമ്മിറ്റി INC 5 ആണ് നടക്കുന്നത്. ഇനി ഉടനെ 5.2 നടത്താമെന്നും പറയുന്നുണ്ട്. അപ്പോൾ ഇനി തീരുമാനമായില്ലെങ്കിൽ ഇനി അടുത്ത ഡിസ്കഷനിൽ വരാമെന്നാണ് പറയുന്നത്. സോ പ്ലാസ്റ്റിക് ട്രീറ്റിയിൽ യു ഷുഡ് ബി വെരി ക്ലിയർ അബൌട്ട് വാട്ട് ഈസ് ഗ്ലോബൽ പ്ലാസ്റ്റിക് ട്രീറ്റി. പരീക്ഷയ്ക്ക് ചോദിക്കാവുന്നതാണ്. എന്താണ് GPT, അതിൻ്റെ ഭാഗമായിട്ട് എന്തൊക്കെ ഡിമാൻഡുകളാണ്. പോളിമർ പ്രൊഡക്ഷൻ ചൈന, ഇന്ത്യ ഒക്കെ എതിർക്കുന്നുണ്ട്. ബിക്കോസ് ഇതിനകത്ത് പറയുന്നുണ്ട് ക്യാപ്പ് ഓൺ പ്ലാസ്റ്റിക് പ്രൊഡക്ഷൻ നിർത്തിവെക്കുക, അല്ലെങ്കിൽ അതിനകത്തൊരു സീലിംഗ് കൊണ്ടുവരണമെന്ന് പറയുന്നുണ്ട്. അപ്പോൾ അതിനെതിരെ പ്രതികരിച്ച രാജ്യങ്ങളുണ്ട്. ദാറ്റ്സ് ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് കോണ്ടന്റ് ഹിയർ. ഇനി സ്റ്റേറ്റിൻ്റെ മറ്റു വാർത്തകൾ നോക്കുകയാണെങ്കിൽ, ലെറ്റ്സ് ടേക്ക് എ ലുക്ക് അറ്റ് ദിസ്. CAQM yet to submit data on increase in stubble burnt area to apex court. ഓൾറെഡി ഇതിൻ്റെ കാര്യം നിങ്ങൾക്ക് ഓൾറെഡി അറിയാം. ഒരു സൈഡിൽ ഇതിൻ്റെ ഫ്രെയിമിംഗ് എങ്ങനെയാണ്, ഒരു സൈഡിൽ സുപ്രീം കോടതി ഉണ്ട്, ഒരു സൈഡിൽ ഇവിടെ ഡൽഹി ഉണ്ട്, ഒരു സൈഡിൽ പഞ്ചാബ്, ഹരിയാന തുടങ്ങിയ സ്റ്റേറ്റ്സ് ഉണ്ട്. ഏറ്റവും കൂടുതൽ സ്റ്റബിൾ ബേണിംഗ് നടക്കുന്നത് ഇവിടെ നിന്നാണല്ലോ. അപ്പോൾ ഓൾറെഡി ഡൽഹിയിലത്തെ പൊല്യൂഷൻ കോൺട്രിബ്യൂട്ട് ചെയ്യുന്നുണ്ട്. ഇപ്പോഴത്തെ സൈഡിൽ CAQM ഉണ്ട്, കമ്മീഷൻ ഓൺ എയർ ക്വാളിറ്റി മാനേജ്മെന്റ്. ഇവരാണല്ലോ ഗ്രാപ്പ് പോലത്തെ കാര്യങ്ങളൊക്കെ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്. ഗ്രേറ്റർ റെസ്പോൺസ് ആക്ഷൻ പ്ലാൻ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്ന ഇവരാണ്. അപ്പോൾ ഇതാണ് ഇത്രയും സ്റ്റേക്ക് ഹോൾഡേഴ്സ്. ഈ കഥയിൽ ഇത്രയും ആൾക്കാരുണ്ട്. ഓൾറെഡി ഇവിടെ നിന്ന് ഒരുപാട് പൊല്യൂഷൻ പോകുന്നുണ്ട്, ഡൽഹി പൊല്യൂട്ടഡ് ആവുന്നുണ്ടെന്ന് പറയുന്നുണ്ട്. സോ ഡെഫിനറ്റ്ലി CAQM ഇതിനാണ് ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത്. ഡൽഹിയിലും ഈ ഏരിയയിലൊക്കെ എയർ പൊല്യൂഷൻ ഇത്രയും കൂടാൻ പാടില്ല. അല്ലെങ്കിൽ ഈ സ്റ്റബിൾ ബേണിംഗ്, ഈ കാണുന്ന ഈ വൈക്കോലും കണ്ടു, ഇതൊക്കെ ഈ പ്ലാന്റിന്റെ അവശിഷ്ടങ്ങൾ നമ്മുടെ പാടങ്ങളിലും ലാൻഡിലൊന്നും ഇത് കത്തിക്കാൻ പാടില്ലെന്ന് പറയുന്നുണ്ട്. ഓൾറെഡി ഇത് ചെയ്യാൻ പാടില്ലെന്ന് പറഞ്ഞു. പക്ഷേ ഇത് ഇവരുടെ തീരുമാനങ്ങൾ അല്ലെങ്കിൽ ഇവരുടെ ഇംപ്ലിമെന്റേഷനിൽ എന്തോ ഒരു അപാകത ഉള്ളതുകൊണ്ട് സുപ്രീം കോടതി ഇതിനകത്ത് ഇടപെട്ടിട്ട് CAQMന്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ട്, കറക്റ്റായിട്ട് റിപ്പോർട്ട് തരണം, ഇവിടെ എത്ര സ്റ്റേറ്റ്സിൽ എത്രയൊക്കെ ഇത് നടക്കുന്നുണ്ട്, ഇത് കുറയ്ക്കണം. അപ്പോൾ ഇത്രയും ആൾക്കാർ, ഇതാണ് ഇതിൻ്റെ മൊത്തത്തിലുള്ള കഥ. സുപ്രീം കോടതിയും ഇതിൽ ഇടപെട്ടിട്ടുണ്ട്. അപ്പോൾ ഡേറ്റ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. CAQM റിപ്പോർട്ട് കൊടുക്കണം, പഞ്ചാബിൽ എത്ര കുറച്ചു, എത്ര സ്ഥലം കത്തുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെയാണ് ഇവർ ഏറ്റവും കൂടുതൽ പറയേണ്ടത്. CAQM ഹാസ് ഫെയിൽഡ് ടു പ്രൊവൈഡ് ദ മിനിറ്റ്സ് ഓഫ് മീറ്റിംഗ്. ഇത് കമ്മീഷന് റിപ്പോർട്ട് കൊടുക്കാൻ പറ്റിയിട്ടില്ല. അതാണ് ഇവിടെ കോടതി പറയുന്നത്, റിപ്പോർട്ട് കൊടുക്കാൻ പറ്റിയിട്ടില്ല. ഈ CAQMന് തന്നെ പ്രധാനപ്പെട്ട കാര്യം, CAQM പല രീതി നോക്കുന്നുണ്ട്. ISROന്റെ സഹായം ഇവിടെ കിട്ടുന്നുണ്ട്. അത് നമുക്കിവിടെ മനസ്സിലാക്കേണ്ടതാണ്. ഇപ്പോഴത്തെ സൈഡിൽ ISROന്റെ സഹായം കൂടെ നമുക്കിവിടെ CAQMന് കിട്ടുന്നുണ്ട്. കാരണം സാറ്റലൈറ്റ് ത്രൂ ഒക്കെ ISRO ഒരു പ്രോട്ടോകോൾ ഉണ്ടാക്കുന്നുണ്ടെന്ന് പറയുന്നുണ്ട്. കാരണം ഇതിനകത്ത് ഒരുപാട് ഓൾറെഡി ഡിബേറ്റ് വന്നതാണ്. നമുക്കറിയാം, ഇങ്ങനെ ഒരുപാട് പാടം ഇങ്ങനെ കത്തിക്കുന്ന സമയത്ത് ഇവിടെ നിന്നൊക്കെ ഇങ്ങനെ പുക വരും. സോ ഇവര് CAQM ഈവൻ സാറ്റലൈറ്റ്സിന്റെ സഹായം പോലും സ്വീകരിക്കുന്നുണ്ട്. അപ്പോൾ എർത്തിന്റെ ഈ സാറ്റലൈറ്റ് ഇങ്ങനെ ഇത് കൂടെ പോകുന്ന സമയത്ത് ഏതൊക്കെ സ്ഥലങ്ങളിൽ കത്തുന്നു എന്നുള്ള ഇമേജസ് ഒക്കെ എടുത്തെടുത്താണ് പോകുന്നത്. പക്ഷെ അപ്പോഴും ഒരു പ്രധാനപ്പെട്ട ഡിസ്കഷൻ വന്നു. ഈ സാറ്റലൈറ്റ് ഇങ്ങനെ കറങ്ങി വന്ന് തിരിച്ചു പോയി അടുത്ത സമയം തിരിച്ച് ഈ സ്ഥലത്ത് ഇവിടെ നിന്ന് ഇങ്ങനെ സാറ്റലൈറ്റ്, ഇതാണ് സാറ്റലൈറ്റ് എന്ന് വിചാരിക്കുക. ഈ സാറ്റലൈറ്റ് ഇവിടെ നിന്ന് ഇങ്ങനെ പറന്ന് വന്ന് ഇവിടെ എത്തുമ്പോഴാണ് നമ്മൾ ഫോട്ടോ എടുത്ത് പോകുന്നത്. ഇത് കുറച്ച് കഴിയുമ്പോൾ ഈ ഏരിയയുടെ പുറത്ത് പോകും. ഇത് പോയിട്ട് പിന്നെ അടുത്ത സമയം ഇത് പിന്നെ തിരിച്ചു വരുന്ന സമയം കൊണ്ട് ഒരു ഗ്യാപ്പ് കിട്ടും. അവിടെയാണ് സംഭവം. ഈ ഒരു ഗ്യാപ്പ് കിട്ടും. ഈ ഗ്യാപ്പിലാണ് പിന്നെയും കത്തിക്കുന്നത് എന്നാണ് പുതിയ റിപ്പോർട്ട് പറഞ്ഞത്. പിന്നെയും കത്തിക്കുവര്. അപ്പൊ മൊത്തത്തിലുള്ള റിപ്പോർട്ട് ഇവിടെ പറയാൻ സബ്മിറ്റ് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. സോ ബേൺഡ് ഏരിയ ബൈ ഇറ്റ്സെൽഫ് വിൽ നോട്ട് ബി ആൻ അക്യുറേറ്റ് റെപ്രസെന്റേഷൻ ഓഫ് മെനി ഫാമേഴ്സ്. അപ്പോൾ ബേൺഡ് ഏരിയ, നമ്പർ ഓഫ് ഫയർസ്, ടോട്ടൽ ബേൺഡ് ഏരിയ ഇസ് വെരി ഇമ്പോർട്ടൻറ്റ് കോൺസെപ്റ്റ്. അപ്പോൾ എത്ര സ്ഥലത്ത്, രണ്ട് ഇമ്പോർട്ടൻറ്റ് പാരാമീറ്റേഴ്സ് ഇവിടെ പറയുന്നുണ്ട്. പറയാണ് എത്ര സ്ഥലം, XYZ AB എന്ന് പറയുന്ന ഒരു 5 സ്ഥലമുണ്ട്. Xൽ കത്തി എന്ന് പറഞ്ഞു, ഇവിടെ തീ ഉണ്ടായി, Yൽ തീ ഉണ്ടായി, Zൽ തീപിടുത്തമുണ്ടായി, Aയിലും Bയിലും ഒക്കെ തീപിടുത്തമുണ്ടായി എന്ന് പറയുന്ന നമ്പർ ഓഫ് ഫയർസ് മൊത്തത്തിൽ 1125 സ്ഥലങ്ങളിൽ തീ പിടിച്ചു എന്ന് വിചാരിക്കാം. ഇങ്ങനെ പറയുന്നതിനെക്കാട്ടും കുറച്ചും കൂടെ നല്ല കോൺസെപ്റ്റ് ആണ് ഇത്ര ബേൺഡ് ഏരിയ. X എന്ന് പറയും ഇന്ന സ്ഥലത്തിനെക്കാട്ടും കൂടുതൽ ഇത്ര Aയിൽ തന്നെ ഇത്ര സ്ഥലം കത്തി, Bയിൽ ഇത്ര സ്ഥലം കത്തി. അപ്പൊ ബേൺഡ് ഏരിയ എന്ന് പറയുന്ന ആ ഏരിയ കാൽക്കുലേറ്റ് ചെയ്യുന്നതാണ് ഇതിന് പ്രധാനപ്പെട്ട കാര്യമെന്നാണ് ഈ ആർട്ടിക്കിളിൽ പറയുന്നത്. അപ്പോൾ സ്റ്റബിൾ ബേണിങ്ങിന്റെ ഇമ്പോർട്ടൻസ് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. എന്തുകൊണ്ടാണ് ഒരു സാറ്റലൈറ്റിനെ കൊണ്ടുവന്നത്, എന്നിട്ടും എങ്ങനെയാണ് ഇവർ ഗ്യാപ്പ് കണ്ടെത്തിയിട്ട് കത്തിക്കുന്നത്. അപ്പോൾ ഈ കത്തിക്കൽ നിർത്താൻ എന്തൊക്കെ ചെയ്യാൻ പറ്റും എന്നൊക്കെ ഉള്ളത് ഡിസ്കസ് ചെയ്യാം. ഓക്കെ, അതാണ് ഇതിൽ പ്രധാനപ്പെട്ട കാര്യം. പിന്നെ പ്രധാനപ്പെട്ട ബാക്കി പരസ്യവും കാര്യങ്ങളൊക്കെയാണ് ഇതിനകത്ത് ബാക്കിയുള്ളത്. യെസ്, പ്രയാഗ്രാജിന് മഹാകുംഭ് നടക്കാൻ പോവാണ്. അപ്പോൾ ഓൾറെഡി ഇനി പത്രത്തിൽ എല്ലാ ദിവസവും ഈ മഹാകുംഭ്, നമ്മൾ ഇന്നലെ ഡിസ്കസ് ചെയ്താണ് എന്താണ് മഹാകുംഭ് എന്നുള്ളതും. മഹാകുംഭ് 5 സ്ഥലം പ്രയാഗ്രാജ് നടക്കുന്നുണ്ട്. പ്രയാഗ്രാജ് അലഹാബാദിലാണ്. 12 വർഷം കൂടുമ്പോഴാണ് മഹാകുംഭ് നടക്കുന്നത്. അപ്പോൾ ഏതൊക്കെ നദിയുടെ തീരത്തിലാണ് ഞാൻ പറഞ്ഞിട്ടുണ്ട്.
പ്രയാഗ്രാജ് ആണെങ്കിൽ ഗംഗ, യമുന, മിത്തിക്കൽ റിവർ സരസ്വതിയുടെ ഇതിലാണ് പ്ലാൻ, ഇത് ഒരു വിശ്വാസമുള്ളത്. പിന്നെ ഹരിദ്വാറിൽ ഗംഗ, മൂന്നാമത്തത് പിന്നെ ഉള്ളത് നാഷിക് ആണ്. നാഷിക് ആണെങ്കിൽ ഗോദാവരി നദിയിലാണ്. പിന്നീട് ഉജ്ജയിൻ ആണെങ്കിൽ ക്ഷിപ്ര നദിയിലാണ്. അപ്പോൾ ഈ റിവറും ഇതും കാര്യങ്ങളൊക്കെ നമുക്ക് ഇതിൻ്റെ ഒരു കോണ്ടെക്സ്റ്റിൽ ഓർത്തിരിക്കാവുന്നതാണ്. എങ്ങനെയാണ് 40 കോടി ജനമാണ് വരാൻ പോകുന്നത്. ഇറ്റ്സ് നോട്ട് ആൻ ഈസി ടാസ്ക്. പ്ലീസ് റിമെമ്പർ, ഇറ്റ്സ് ഗോയിങ് ടു ബി 40 crore people. You know, when you have to make arrangements for 40 crore people, it's a big task. അത്രയും വലിയ ടാസ്ക് ആണ്. സോ അതും ഇവിടെ ഓർത്ത് വെക്കേണ്ടതാണ്. ആ പോയിന്റും നമുക്ക് ഇവിടെ ഓർത്ത് വെക്കാവുന്നതാണ്. പിന്നെ ഡിജിറ്റൽ അറസ്റ്റിന്റെ ഏറ്റവും നിങ്ങൾ തന്നെ വിചാരിക്കും, ഞാൻ ഈ ആർട്ടിക്കിൾ ശരിക്കും പറഞ്ഞാൽ ഇങ്ങനെയൊക്കെ നടക്കുമെന്ന് നിങ്ങൾ ആലോചിക്കും. കാരണം ഓൾറെഡി അറിയാം, ഇതിനകത്ത് ഓൾറെഡി ഒരു റെസിഡന്റ് ഓഫ് മുംബൈ ആണ്, ഒരു പെൺകുട്ടിയാണ്, 26 വയസ്സേ ഉള്ള പെൺകുട്ടിക്ക്. ആ പെൺകുട്ടീനെ ഡിജിറ്റലി അറസ്റ്റ് ചെയ്തു. നിങ്ങൾ ഡിജിറ്റലി അറസ്റ്റ് ചെയ്തു, മണി ലോണ്ടറിങ് കേസിൽ നിങ്ങളെ പെടുത്തിയിട്ടുണ്ട്, നിങ്ങളെ അറസ്റ്റ് ചെയ്യാൻ പോവാണ്, അപ്പോൾ നിങ്ങൾക്ക് തെളിവെടുക്കണം, അങ്ങനത്തെ ഇൻഫർമേഷൻ എടുക്കണം എന്ന് പറഞ്ഞിട്ട് ജസ്റ്റ് ഇമാജിൻ ആ കുട്ടീനെ, അതും മണി ലോണ്ടറിങ് കേസാണ്. ജെറ്റ് എയർവേസിലെ ഫൗണ്ടർ നരേഷ് ഗോയൽ കറന്റ്ലി ജയിലിലാണ്. നരേഷ് ഗോയലിന്റെ അതേ കേസിൽ നിങ്ങളെയും അറസ്റ്റ് ചെയ്യാൻ പോവാണെന്ന് പറഞ്ഞിട്ട് ആ കുട്ടീനെ പേടിപ്പിച്ചിട്ട്, ഒരു ഫാർമ കമ്പനി വർക്ക് ചെയ്യുന്ന ഒരു കുട്ടിയാണ്, ആ കുട്ടിയുടെ അടുത്ത് പറഞ്ഞു വിശദമായിട്ട് പരിശോധിക്കണമെങ്കിൽ സമാധാനമായിട്ടുള്ള സ്ഥലത്ത് വരണം, ഒരു ഹോട്ടൽ റൂമിൽ ചെക്ക് ഇൻ ചെയ്യണം എന്ന് പറഞ്ഞ് ആ പെൺകുട്ടി ഹോട്ടൽ മുറിയിൽ ചെക്ക് ഇൻ ചെയ്തു. യു വിൽ നോട്ട് ബിലീവ് ദിസ് ആർട്ടിക്കിൾ. പ്രൈവസി വേണം ഇൻവെസ്റ്റിഗേഷൻ എന്ന് പറഞ്ഞിട്ട് ഹോട്ടൽ മുറിയിൽ ബുക്ക് ചെയ്തിട്ട് ഇൻട്രോഗേഷൻ വീഡിയോ കോൾ സ്റ്റാർട്ട് ചെയ്യാൻ പറഞ്ഞു. കംപ്ലീറ്റ്. എന്നിട്ട് ഈ പറയുന്ന പോലെ എത്ര കേസ് രജിസ്റ്റർ ചെയ്തിട്ടുണ്ടല്ലേ, സെക്ഷുവലി എക്സ്പ്ലോയിറ്റ് ചെയ്തിട്ടുണ്ട്. ദ വുമൻ ട്രാൻസ്ഫേർഡ് ആൻഡ് ബോഡി വെരിഫിക്കേഷൻ നടത്തണമെന്ന് പറഞ്ഞിട്ട് ആ പെൺകുട്ടീനെ കൊണ്ട് വീഡിയോയില് ഓഫീസേഴ്സ് ആണെന്ന് പറഞ്ഞിട്ട് ഇവർ സ്ട്രിപ്പ് ചെയ്യിപ്പിച്ചു. ആ കുട്ടി സ്ട്രിപ്പ് ചെയ്തു, 1.5 ലക്ഷം, എന്നിട്ട് 1.78 lakhs അക്കൗണ്ടിൽ അയച്ചു കൊടുക്കുകയും ചെയ്തു, അറസ്റ്റ് ചെയ്യുന്ന പേടിച്ചിട്ട്. സി ഐ എം നോട്ട് ഗെറ്റിംഗ് ദിസ് ഐഡിയ. ആൾക്കാർ ഇത്രയും, അപ്പോൾ ഡെഫിനറ്റ്ലി നമ്മൾ ആലോചിക്കണം, സാധാരണക്കാരൻ്റെ ഇടയിൽ ഡിജിറ്റൽ അറസ്റ്റ് അത്രയും ഇഷ്യൂ ഉണ്ടാക്കുന്നുണ്ട്. ഒരു പെൺകുട്ടി ഇങ്ങനെയൊക്കെ ചെയ്യണമെങ്കിൽ ആലോചിച്ചു എത്രത്തോളം പേടിച്ചിട്ടായിരിക്കും ചെയ്യുന്നുണ്ടെന്നല്ലേ. സോ അത്രയും വലിയൊരു ചലഞ്ചിങ് ഇഷ്യൂ തന്നെയാണ്. സോ നിങ്ങൾ വിചാരിക്കും ഇതൊക്കെ നടക്കുമെന്നുള്ളത്. ഡെഫിനറ്റ്ലി ഇങ്ങനത്തെ കാര്യങ്ങൾ നടക്കുന്നുണ്ട്. പിന്നെ അടുത്ത പ്രധാനപ്പെട്ട വാർത്ത എന്ന് പറയുന്നത് കേരള സ്റ്റേറ്റിൽ നിന്ന് വരുന്നതാണ്. ഓപ്ഷൻ ഫോർ യൂത്തനേഷ്യ ഇൻ ന്യൂ റൂൾസ് ഓൺ ക്യാപ്റ്റീവ് എലിഫൻസ്. എലിഫൻസിനെ കുറിച്ചിട്ട് പ്രധാനപ്പെട്ട ഒരു നിയമം വരുന്നുണ്ട്. അത് മാത്രമല്ല ആനിമൽ വെൽഫെയറിന് വേണ്ടിയാണ്. അത് ഇവിടെ പ്രധാനമായിട്ടും നമുക്ക് കാണാൻ പറ്റുന്നത് കേരളത്തിന്റെ ആക്ട് ആണ്. മേക്കിംഗ് ആൻ എലിഫന്റ് സ്റ്റാൻഡ് ഇൻ ദ സ്കോഷിംഗ് സൺ, forcing it to be a decoration for unreasonably long periods, bursting cracker near the animals for ceremonial purpose can lead in trouble, as these acts amount to cruelty of elephants. കേരളത്തിന്റെ പുതിയ നിയമമാണ് കേരള ക്യാപ്റ്റീവ് എലിഫൻസ് മാനേജ്മെന്റ് ആൻഡ് മെയിൻ്റനൻസ് റൂൾ എന്നുള്ളതാണ് ഇതിന്റെ പ്രധാനപ്പെട്ട ഈ ആക്ടിന്റെ പേര്. അപ്പോൾ ഈ ആക്ടിന്റെ പേരും ഡീറ്റെയിൽസ് നമുക്ക് ഇവിടെ തന്നെ ഓർത്ത് വെക്കണം. സോ ടേക്ക് എ ലുക്ക് അറ്റ് ദിസ്. ഈ ആക്ടിന്റെ പേര് ഇതാണ്, മാനേജ്മെന്റ് കേരള ക്യാപ്റ്റീവ് എലിഫൻസ് മാനേജ്മെന്റ് ആൻഡ് മെയിൻ്റനൻസ് റൂൾസ്. ഇതനുസരിച്ചിട്ട് റീപ്ലേസിങ് 12 വർഷം മുന്നേ ഉള്ള ആക്ടിനെ റീപ്ലേസ് ചെയ്യാൻ പോവുകയാണ്. അതേപോലെ എലിഫൻസിന് എന്തെങ്കിലും കാരണവശാൽ യൂത്തനേഷ്യ എന്ന് പറയുമ്പോൾ എന്താണ് ഈ യൂത്തനേഷ്യ എന്ന് ഉദ്ദേശിക്കുന്നത്? യൂത്തനേഷ്യ എന്ന് ഉദ്ദേശിക്കുന്നത് മേഴ്സി കില്ലിംഗ് ആണ്. തീരെ നിവൃത്തിയില്ലെങ്കിൽ അതിനെ കൊന്നുകളയാം, അതാണ് ഏറ്റവും നല്ല ജസ്റ്റിസ്. പക്ഷേ പലരും ഇതിനെ എതിർക്കാറുണ്ട്. അപ്പോൾ ഇതിൽ പറയുന്നുണ്ട് പുതിയ റൂൾ അനുസരിച്ചിട്ട്, കണ്ടോ, ആനയെ വെയിലത്ത് നിർത്താൻ പാടില്ല, ഡെക്കറേഷൻസ് ഇടാൻ പാടില്ല, നെറ്റിപ്പട്ടം കെട്ടാൻ പാടില്ല, അടുത്ത് പടക്കം പൊട്ടിക്കാൻ പാടില്ല, ഇത്ര ദൂരം നമ്മൾ ആനേനെ കൊണ്ട് നിർത്തിക്കാനും പാടില്ല. അങ്ങനെ വരുമ്പോൾ എങ്ങനെയാണ് നമ്മുടെ നാട്ടിലെ പൂരം നടക്കുക? തൃശ്ശൂർ പൂരം മാത്രമല്ല, കേരളത്തിലെ പല അമ്പലത്തിലും പൂരങ്ങൾ നടക്കുമ്പോൾ ആന ഒരു പ്രധാന ഘടകമാണ്. സോ ഡെഫിനറ്റ്ലി പൂരം നടക്കുന്നതിനെക്കാട്ടും കൂടുതൽ ഡെഫിനറ്റ്ലി ആന എന്ന് പറയുന്ന അതിൻ്റെ അനിമൽ റൈറ്റ് ആസ്പെക്റ്റ് ആണ് ഇവിടെ ഡിസ്കസ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ എന്തുകൊണ്ടാണ് കേരള ഗവൺമെന്റ് ഇങ്ങനൊരു തീരുമാനം എടുക്കാൻ കാര്യമെന്ന് ഏകദേശം ധാരണ കിട്ടും. എന്തുകൊണ്ടായിരിക്കും കേരള ഗവൺമെന്റ് ഇങ്ങനെ ഒരു തീരുമാനം എടുത്തത്? കേരള ക്യാപ്റ്റീവ് എലിഫൻസ് ആണ്. അപ്പോൾ അങ്ങനെ ഒരു ലോ എടുക്കാൻ തീരുമാനമുണ്ടോ? ആനിമൽ വെൽഫെയർ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇങ്ങനെ ഒരു ടോപ്പിക് വന്നപ്പോൾ പറഞ്ഞതാണ്. ആനിമൽ വെൽഫെയർ എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടൊരു ടോപ്പിക്കാണ്. ആനിമൽ വെൽഫെയർ ഹാപ്പൻസ് ടു കം ബോത്ത് ഇൻ ദ സ്റ്റേറ്റ് ലിസ്റ്റ്. ഇത് സ്റ്റേറ്റ് ലിസ്റ്റിലുണ്ട്, കൺകറന്റ് ലിസ്റ്റിലുണ്ട്. നമുക്കറിയാലോ ഏതൊക്കെ ലിസ്റ്റിലുണ്ടെന്ന്. സ്റ്റേറ്റ് ലിസ്റ്റ് ഉള്ളതുകൊണ്ടാണ് ഇത് സ്റ്റേറ്റ് ഗവൺമെന്റിന് ഇതിനു വേണ്ടി പ്രത്യേക നിയമം എടുക്കാം. കൺകറന്റ് ലിസ്റ്റ് എന്ന് പറയുമ്പോൾ ഡെഫിനറ്റ്ലി യൂണിയൻ ഗവൺമെന്റിനും സ്റ്റേറ്റ് ഗവൺമെന്റിനും ഒരുമിച്ച് തീരുമാനങ്ങൾ എടുക്കാൻ പറ്റും. അപ്പോൾ അതുകൊണ്ടാണ് ഇങ്ങനൊരു വാർത്ത വരുമ്പോൾ കേരളത്തിന് ഇത് ഉണ്ടാക്കാനുള്ള റൈറ്റ് ഉണ്ടോ എന്ന് ചോദിച്ചാൽ സ്റ്റേറ്റ് ലിസ്റ്റിൽ ആനിമൽ വെൽഫെയർ വരുന്നതുകൊണ്ടാണ് ഇവർക്ക് ഈ റൈറ്റ് ഉള്ളത്. അപ്പോൾ അത്രയും കാര്യങ്ങൾ ഓർത്ത് വയ്ക്കുക. മറ്റ് പൊളിറ്റിക്കൽ വാർത്തകളിലേക്ക് ഞാൻ കിടക്കുന്നില്ല.
ഇസ്കോണിന്റെ ഇഷ്യൂസ് ഓൾറെഡി നമുക്ക് അറിയുന്ന കാര്യമാണ്. ഇപ്പോൾ എന്താണ് ഇസ്കോൺ എന്നുള്ളത് അറിയായിരിക്കുമല്ലോ. ഇന്റർനാഷണൽ സൊസൈറ്റി ഫോർ കൃഷ്ണ കോൺഷ്യസ്നസ്. ഇവരുടെ നേതാവ്, ഇവരുടെ ഒരു റിലീജിയസ് ലീഡറിനെ ചിന്മയോ കൃഷ്ണദാസ് ബാംഗ്ലാദേശിൽ അറസ്റ്റ് ചെയ്തു. ആ അറസ്റ്റാണ് ഇന്ത്യ ബാംഗ്ലാദേശ് റിലേഷൻ തന്നെ മൊത്തം മോശമാക്കി. കാരണം ഹിന്ദുസ് അവിടുത്തെ മൈനോറിറ്റിയാണ്, ബാംഗ്ലാദേശിലെ മൈനോറിറ്റി ആയതുകൊണ്ടും അവരെ ന്യൂനപക്ഷ അവിടുത്തെ കാര്യങ്ങൾ എന്താണ്, അപ്പോൾ ഹിന്ദുസിന്റെ അവസ്ഥ എന്താണെന്നുള്ളതാണ് ഇവിടെ വരുന്നത്. പിന്നെ നാഗ ഇംബ്രോഗ്ലിയോ, ഇത് വേറൊന്നുമല്ല, നാഗാലാൻഡിന്റെ ഇഷ്യൂ ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ എന്താണ് ഈ നാഗ ഇഷ്യൂ എന്നുള്ളതും കൂടെ നമുക്ക് വളരെ ക്ലാരിറ്റിയിൽ അറിഞ്ഞിരിക്കണം. കാരണം ഓൾറെഡി നാഗാലാൻഡ് വരെ കുറേ ഡിമാൻഡ് വെച്ചിട്ടുണ്ട്. സെപ്പറേറ്റ് നാഗാലാൻഡിനെ ഇനി 2 സ്റ്റേറ്റ് ആക്കി മാറ്റണം, നാഗ സെപ്പറേറ്റ് കണ്ടിൻജന്റ് ഉണ്ടാക്കണം, നാഗാലാൻഡിനും സെപ്പറേറ്റ് ആയിട്ടുള്ള പ്രൊവിഷൻസ് കൊണ്ടുവരണം, കശ്മീർ പോലത്തെ പ്രൊവിഷൻസ് അവർക്കും കൊണ്ടുവരണം. അങ്ങനെ കുറേ ഡിമാൻഡുകൾ നാഗാലാൻഡ് ഓൾറെഡി മുന്നോട്ട് വെക്കുന്നുണ്ട്. സോ ആ ഒരു രീതിയിലും കൂടെ നമുക്കിതിൽ അറിഞ്ഞിരിക്കണം. സോ ദിസ് ആർട്ടിക്കിൾ ഇസ് റിഗാർഡിംഗ് ദ റൈറ്റ്സ് ഓഫ് ട്രാൻസ്ജെൻഡേഴ്സ്. ഇത് ട്രാൻസ്ജെൻഡേഴ്സിന്റെ റൈറ്റിന് വേണ്ടിയാണ് ഈ ഒരു ആർട്ടിക്കിൾ ഇവിടെ കിടക്കുന്നത്. ഫേസിംഗ് ഫണ്ട് ക്രഞ്ച്, ഗരിമ ഗ്രഹസ് ആർ സ്ട്രഗ്ലിംഗ് ടു കീപ് ഡോർസ് ഓപ്പൺ ടു ട്രാൻസ്ജെൻഡർ പീപ്പിൾ. ഇത് കുറേ ആൾക്കാരുടെ സ്റ്റോറിയാണ് പറയുന്നത്, പക്ഷെ നമുക്ക് വളരെ കൃത്യമായിട്ട് മനസ്സിലാക്കണം വാട്ട് ഇസ് ദ കോൺസെപ്റ്റ് ഓഫ് ഗരിമ ഗ്രഹ. ഗരിമ ഗ്രഹ എന്ന് പറയുന്നത് എന്താണ്? ഇത് വരുന്നതല്ല. ഗരിമ ഗ്രഹ എന്ന് ഉദ്ദേശിക്കുന്നത് ഷെൽട്ടർ ഹോംസ് ആണ്. ഇമ്പോർട്ടൻ്റ് ആയിട്ട് പോയിന്റ്സ് മാത്രം മനസ്സിലാക്കുക. ഗരിമ ഗ്രഹസ് ആർ ഷെൽട്ടർ ഹോംസ്. ട്രാൻസ്ജെൻഡേഴ്സിന്റെ സപ്പോർട്ടിന് വേണ്ടിയുള്ള ഷെൽട്ടർ ഹോമുകളാണ് ഈ ഗരിമ ഗ്രഹ എന്ന് പറയുന്നത്. ഇത് സെൻട്രൽ ഗവൺമെന്റിന്റെ ഒരു പ്രോഗ്രാം തന്നെയാണ്. ഗരിമ ഗ്രഹ എന്ന് പറയുമ്പോൾ തന്നെ സെൻട്രൽ ഗവൺമെന്റ് പ്രധാനപ്പെട്ട ഒരു സ്കീം ഓർത്ത് വെക്കുക. സ്മൈൽ എന്ന് പറയുന്ന ഒരു പ്രോഗ്രാം ഉണ്ട്. എന്താണ് സ്മൈൽ എന്ന് പറഞ്ഞാൽ? സപ്പോർട്ട് ഫോർ മാർജിനലൈസ്ഡ് ഇൻഡിവിജ്വൽ ഫോർ ലൈവ്ലിഹുഡ് ആൻഡ് എന്റർപ്രൈസ്. ഓർത്ത് വെക്കുക, സപ്പോർട്ട് ഫോർ മാർജിനലൈസ്ഡ് ഇൻഡിവിജ്വൽസ്, ലൈവ്ലിഹുഡ്, ഫോർ എന്റർപ്രൈസ്. ഇതാണ് ഇതിന്റെ പ്രധാനപ്പെട്ട കാര്യം. അതും ഇവിടെ ഓർത്ത് വെക്കണം. ഇതിനകത്ത് വേറെ കാര്യങ്ങളൊന്നും പറയുന്നില്ല. ഗരിമ ഗ്രഹ എന്താണെന്നൊന്നും ഇതിനകത്ത് പറയുന്നില്ല. ഞാൻ ജസ്റ്റ് എടുത്ത് പറഞ്ഞതേ ഉള്ളൂ. ഗരിമ ഗ്രഹ എന്ന് ഉദ്ദേശിക്കുന്നത് ഇവർക്ക് വേണ്ടിയാണ്, ട്രാൻസ്ജെൻഡേഴ്സിൽ. അപ്പോൾ അവർക്ക് ഫണ്ട് ക്രഞ്ച് ഉണ്ട്. സോ ഇവർക്ക് ഫണ്ട്സ് പ്രോപ്പറായിട്ട് കിട്ടാത്തതുകൊണ്ട് ട്രാൻസ്ജെൻഡേഴ്സിന്റെ വേണ്ടത്ര റൈറ്റും കാര്യങ്ങളും ഇവർക്ക് ഗരിമ ഗ്രഹന്റെ ഓപ്പറേഷൻ ബുദ്ധിമുട്ടിലാണെന്നാണ് ഇതിൽ ആർട്ടിക്കിൾ പറയുന്നത്. അപ്പോൾ ഇത് ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. മൂവിങ് ഓൺ ടു ദ നെക്സ്റ്റ് ഇമ്പോർട്ടൻറ്റ് കോണ്ടന്റ്. മറ്റ് സബ്സ്റ്റാൻഡേർഡ് IV ഫ്ലൂയിഡ് ബ്ലെയിംഡ് ഫോർ മെറ്റേണൽ ഡെത്ത്സ് ഇൻ കർണാടക. കർണാടകയിലും ഒരുപാട് ഇഷ്യൂസ് ഉണ്ട്. പുതിയ 4 ന്യൂ മദേഴ്സ് ഡൈഡ് ഇൻ ബെല്ലാരി ഹോസ്പിറ്റൽ. അവിടുത്തെ വളരെ ലോക്കൽ ആയിട്ടുള്ള IV ഫ്ലൂയിഡാണ് അവർ കൊടുത്തത്. IV ഇടത്തില്ലേ, നമ്മൾ ആ ഒരു ഇതിടുന്നില്ലേ, ആ IV ഇട്ടിട്ട് അത്ര മോശം IV ഫ്ലൂയിഡാണ് കൊടുത്തതെന്ന് പറഞ്ഞാൽ ആലോചിച്ച് നോക്കും. അതിന്റെ കാരണം ഒരുപാട് മരണമുണ്ടായി. സോ ഇൻട്രാവെനസ് ഫ്ലൂയിഡ് ഡോക്ടേഴ്സ് കോമൺലി യൂസ് റീസ്റ്റോർഡ് ഹൈഡ്രേഷൻ ആൻഡ് ഫ്ലൂയിഡ് ബാലൻസ് ഇൻ ദ ബോഡി. നിങ്ങൾക്കറിയാം IV ഇടത്തില്ലേ, നമ്മളിങ്ങനെ ട്രിപ്പ് ഇടാന്നൊക്കെ പറയുന്ന പോലെ തന്നെ അത് അത്രയും സബ് സ്റ്റാൻഡേർഡ് സംഭവങ്ങളാണ് ഇട്ടത്. അത് ഇട്ടപ്പോൾ തന്നെ എന്താണെന്ന് വെച്ചാൽ കിഡ്നി ഇഞ്ചുറി ഉണ്ടായി, മൾട്ടി ഓർഗൻ ഡിസ്ഫങ്ഷൻ ഉണ്ടായി. മൾട്ടി ഓർഗൻ ഡിസ്ഫങ്ഷൻ വന്നു, അത് ഉപയോഗിച്ചപ്പോൾ തന്നെ ആൾക്കാർ മരിച്ചു. അപ്പോൾ അത് കർണാടകയിലെ ഒരു പ്രധാനപ്പെട്ട ഹെൽത്ത് ആംഗിൾ ഇഷ്യൂല് പറയുന്നതാണ്. ഇങ്ങനെ ലോക്കൽ IV ഇട്ടിട്ട് ആൾക്കാർ മരിച്ചു. പിന്നെ ഡൽഹീസ് ഹോംലെസ് സ്റ്റെയർ അറ്റ് അനദർ വിന്റർ ഓഫ് ഡിസ്കണ്ടന്റ്. ഇത് പ്രധാനപ്പെട്ട, നമുക്ക് കേരളത്തിൽ നിൽക്കുമ്പോൾ ഈ വാർത്തയുടെ ഇമ്പോർട്ടൻസ് നമുക്ക് മനസ്സിലാവുമെന്ന് എനിക്കറിയില്ല. പക്ഷേ ഇഫ് യു ബീൻ ഇൻ എ നോർത്ത് ഇന്ത്യൻ സിറ്റി, ഇഫ് യു ഹവ് ലിവ്ഡ് ദർ, യു ക്ലിയർലി നോ ദാറ്റ് വിന്റർ എന്ന് പറയുന്നത് അവിടുത്തെ സാധാരണക്കാരായിട്ടുള്ള ഹോംലെസ് ആൾക്കാർക്ക് ഭയങ്കര ഡിഫിക്കൽട്ടാണ്. ഇറ്റ്സ് എ വെരി ഡിഫിക്കൽട്ട് സിറ്റുവേഷൻ. കാരണം വിന്റർ വന്നു കഴിഞ്ഞാൽ നമുക്കറിയാം ടെമ്പറേച്ചറൊക്കെ 1 ഡിഗ്രിയിലൊക്കെ എത്തിക്കഴിഞ്ഞാൽ എന്താ അവസ്ഥ, അല്ലെങ്കിൽ -1 എത്തിക്കഴിഞ്ഞാൽ എന്താ അവസ്ഥ. അത്ര തണുപ്പാവും. ഈ സാധാരണക്കാർ, അതായത് റോട്ടിലൊക്കെ താമസിക്കുന്ന, സ്ട്രീറ്റ്സിലൊക്കെ കിടക്കുന്ന ആൾക്കാരെ കണ്ടിട്ടുണ്ടാവില്ലേ, ഇവർക്ക് ഡ്രസ്സ് ഇല്ലാതാവും. കാരണം ഇവർക്ക് ഡ്രസ്സ് ഒന്നിനും പൈസ ഇല്ല അവരുടെ. അപ്പോൾ ഇവർക്കൊക്കെ അതുകൊണ്ടാണ് വിന്റർ സമയത്തൊക്കെ മാസീവായിട്ട് ക്യാമ്പയിൻസ് നടക്കാറുണ്ട്. നമ്മളൊക്കെ ഡെഫിനറ്റ്ലി അവിടെയുള്ള സമയത്ത് നമ്മുടെ ഡ്രസ്സൊക്കെ കോൺട്രിബ്യൂട്ട് ചെയ്യാറുണ്ട്. നമ്മുടെ ഡ്രസ്സ് കാര്യങ്ങളൊക്കെ നമ്മൾ കൊടുക്കും. കാരണം അത്രയും ആൾക്കാർ കൊടുക്കുമ്പോൾ ഇവർക്ക് അത് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്ന ഡൽഹി പ്രവർത്തിക്കുന്ന ഒരുപാട് NGOs ഉണ്ട്. അപ്പോൾ ഇതൊക്കെ അവർക്ക് കൊടുക്കാറുണ്ട് നമ്മൾ. അപ്പോൾ അത് മാത്രമല്ല, ഈ ഹോംലെസ് ആൾക്കാരുടെ ലിസ്റ്റും ഇവരെങ്ങനെ കണ്ടെത്തുന്നതാണ്. അപ്പോൾ അതിൽ പറയുന്ന കുറേ അവിടെയുള്ള എല്ലാ NGOs ആണ് ഇതിനുവേണ്ടി പ്രവർത്തിക്കുന്നത്, ഗ്രാസ് റൂട്ട് ലെവലിൽ പ്രവർത്തിക്കുന്നുണ്ട്. അപ്പോൾ ഇതിൽ പറയുന്നുണ്ട് ഹോംലെസ്സിൻ്റെ അവസ്ഥ ഭയങ്കര ഡിഫിക്കൽട്ടാണ്. ഡൽഹിയിൽ സമ്മർ ആയതുകൊണ്ട് മാത്രമല്ല, സമ്മറിലും പ്രശ്നമാണ്, ഹീറ്റ് വേവ് ആണ്, ഭയങ്കര ടെമ്പറേച്ചറാണ്. ഹീറ്റ് വേവ് വന്ന ആൾക്കാർ ചൂടത്ത് മരിക്കുകയാണ്. അപ്പോൾ കഴിഞ്ഞ 150 ആൾക്കാർ ഹീറ്റ് വേവിൽ മരിച്ചു. വിന്റർ സമയത്ത് കോൾഡ് കൊണ്ടും ആൾക്കാർ ഏകദേശം ഓൾമോസ്റ്റ് 192 പേര്, ഏകദേശം 100-200 പേരെന്ന് കൂട്ടിയാൽ മതി, ഇത്രയും ആൾക്കാർ മരിക്കുന്നുണ്ട്. അപ്പോൾ ഈ ഒരു അവസ്ഥ നിങ്ങൾ ഡെഫിനറ്റ്ലി ഒരു സംഭവം നിങ്ങൾ മനസ്സിലാക്കി വെക്കണം. അതാണ് ഇതിനകത്ത് ഏറ്റവും കൂടുതൽ പറയുന്നത്. പിന്നെ വിൽ ഡിസ്പേഴ്സ്
റൈറ്റ് ടു ഭരോസ ഫണ്ട്സ് ആഫ്റ്റർ സംക്രാന്തി. ഇതൊരു തെലങ്കാന അല്ലെങ്കിൽ ആന്ധ്രാപ്രദേശായിട്ട് ബന്ധപ്പെട്ട വാർത്തയാണ്. തെലങ്കാന ചീഫ് മിനിസ്റ്ററിന്റെ ആണ്. പക്ഷെ ഇതെന്ന് പറയുന്നത് ഈ റൈറ്റ് ടു ഭരോസ എന്ന് പറയുന്നത് അഗ്രികൾച്ചർ നമ്മുടെ കർഷകർക്ക് കൊടുക്കുന്ന ഒരു ഫണ്ടാണ്. സോ ഓർത്ത് വെക്കുക, റൈറ്റ് ടു ഭരോസ അവിടെ ഇത് നാഷണൽ അല്ല, അവിടുത്തെ ഇതാണ്. എലിജിബിൾ ഫാമേഴ്സിനാണ് ഇത് കൊടുക്കുന്നത്. അപ്പോൾ ഫാമേഴ്സിന് വേണ്ടിയാണ് കൊടുക്കുന്നത് എന്നുള്ളൊരു കാര്യം മനസ്സിലാക്കുക. അതേപോലെ ലോണൊക്കെ എഴുതി തള്ളുന്നുണ്ട്. എഴുതി തള്ളെന്ന് പറയത്തില്ല, ലോൺ എഴുതി തള്ളുന്നുണ്ട്. സോ ഈ റൈറ്റ് ടു ബന്ധു അഗ്രികൾച്ചേഴ്സിന് കൊടുക്കുന്ന ഫണ്ടാണ്. അതെപ്പോഴും ഓർത്ത് വെക്കുക. റൈറ്റ് ടു ഭരോസ എന്നുള്ളത് ഒരു സ്റ്റേറ്റ് പ്രോഗ്രാം ആണെങ്കിലും അങ്ങനെ ഒരു പ്രോഗ്രാം ഉണ്ടെന്നുള്ളതും കൂടെ മനസ്സിലാക്കി വെക്കുക. പിന്നെ പ്രധാനപ്പെട്ടത് അടുത്ത് എനിക്ക് തോന്നുന്ന എഡിറ്റോറിയൽ തന്നെയാണ്. എഡിറ്റോറിയലിൽ ഇന്ന് ഏറ്റവും കൂടുതൽ ഡിസ്കസ് ചെയ്യുന്ന പോയിന്റ് ഇത് തന്നെയാണ്. നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തതാണ് പ്ലേസസ് ഓഫ് വർഷിപ്പ് ആക്ട്. നമ്മൾ ഇന്നത്തെ കറണ്ട് അഫയേഴ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്തതാണ് പ്ലേസസ് ഓഫ് വർഷിപ്പ് ആക്ട് എന്നുള്ളതും നമ്മൾ ഡിസ്കസ് ചെയ്തൊരു കാര്യമാണ്. ഇത് ഓൾറെഡി നമുക്കറിയാം. കഴിഞ്ഞ സാംഭാൽ എന്ന് പറയുന്ന ഡിസ്ട്രിക്ട് ഉത്തർപ്രദേശിലെ ഇത് ഡിസ്കസ് ചെയ്യുന്ന വേറെ ഒന്നുമല്ല. പള്ളി, ഇപ്പോൾ ഒരു ടെമ്പിള്, ഒരു മോസ്ക്. ഇതിപ്പോൾ ഓൾറെഡി നമുക്കറിയാം. സാംഭാൽ എന്ന് പറയുന്ന സ്ഥലം മാത്രമല്ല, അജ്മീറിലെ ഖ്വാജ മൊയ്നുദ്ദീൻ ചിസ്റ്റിയുടെ ദർഗയിലും എല്ലാം ഇത് പ്രശ്നമാണ്. അതായത് ഒരു പള്ളി 15-ാം നൂറ്റാണ്ടിലെ പള്ളി, ആൾക്കാർ പറയുന്നത് ഇത് 500 വർഷം മുന്നേ ഇത് അമ്പലമായിരുന്നു എന്ന് പറഞ്ഞിട്ട് കേസ് കൊടുക്കുകയാണ്. അപ്പോൾ ഇത്തരം കേസും കാര്യങ്ങളും വരുമ്പോൾ ഒരുപാട് കമ്മ്യൂണൽ ഇഷ്യൂ ഉണ്ടാവുന്നുണ്ട്. അപ്പോൾ അത്രയും കമ്മ്യൂണൽ ഇഷ്യൂസ് ഒക്കെ വരുമ്പോൾ നമ്മൾ ഇതൊക്കെ ഹാൻഡിൽ ചെയ്യാൻ പറ്റുന്ന ഒരു സിറ്റുവേഷനിലാണോ എന്ന് പറയുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം കൂടെ നമുക്ക് ഇതിനകത്ത് മനസ്സിലാക്കാറുണ്ട്. അതാണ് കൂടുതലും ഇതിനകത്ത് പറയുന്നത്. പ്ലേസസ് ഓഫ് സിറ്റിസൺഷിപ്പ് 19, അതായത് ഇതിനകത്ത് ആക്ടിന്റെ പ്രധാനപ്പെട്ട പ്രൊവിഷൻ ഇതാണല്ലോ. പ്ലേസസ് ഓഫ് വർഷിപ്പ് ആക്ട് എന്ന് പറയുമ്പോൾ ഓഗസ്റ്റ് 15-ാം തീയതി 1947 ഇത് പള്ളിയായിരുന്നോ അമ്പലമാണോ, അങ്ങനെയാണെങ്കിൽ അത് അങ്ങനെ തന്നെ ആയിരിക്കും. ദർ ഇസ് നോ തിങ്, ഇതിൽ സൂട്ട് എന്റർടൈൻ ചെയ്യാൻ പാടില്ലെന്നാണ് ശരിക്കും നിയമം. ഇതിനെതിരെ ഇതിന് ശരിക്കും ഓൾറെഡി 47 ഇത് പള്ളിയോ അമ്പലമാണെങ്കിൽ പിന്നെ അത് മാറ്റുന്നതിനെ കുറിച്ചിട്ട് ഒരു സൂട്ട് ഇൻ ദ സെൻസ് ഒരു കേസ് പോലും നമ്മൾ കേൾക്കാൻ പാടില്ല. പക്ഷെ ഇവിടെ മറ്റ് ഓർഗനൈസേഷൻസ് പറയുന്നുണ്ട്, ഇല്ല, ഞങ്ങളുടെ റൈറ്റ് ടു ഇക്വാലിറ്റി ആണ് പോകുന്നത്, പ്ലസ് ഞങ്ങളുടെ റിലീജിയസ് റൈറ്റ് ആർട്ടിക്കിൾ 25 ഒക്കെ വയലേഷൻ ആണെന്നാണ് പറയുന്നത്. ഇങ്ങനെ കേസ് നടന്നുകൊണ്ടേ ഇരിക്കുന്നുണ്ട്. അപ്പോൾ ഡെഫിനറ്റ്ലി നമുക്ക് ഇതിനെക്കുറിച്ചിട്ട് വരും ദിവസങ്ങളിൽ ഇതിൻ്റെ മറ്റ് വാർത്തകളും കൂടെ നമുക്ക് അറിയേണ്ടതായിട്ടുണ്ട്. പിന്നെ അടുത്ത പ്രധാനപ്പെട്ട വാർത്ത നമുക്ക് ഇതിനകത്ത് മനസ്സിലാക്കേണ്ടതാണ് ഇസ്രായേൽ. ഈ ആംഗിളാണ്. ഇപ്പുറത്തെ സൈഡിൽ ഇസ്രായേൽ ഉണ്ട്, ഇപ്പുറത്തെ സൈഡിൽ ലെബനൻ ഉണ്ട്. നമുക്കിതിനകത്ത് കൃത്യമായിട്ട് മനസ്സിലാക്കാം. ലെബനൻ ഉണ്ട്, ഇപ്പുറത്തെ സൈഡിൽ പലസ്തീൻ ഉണ്ട്. അപ്പോൾ ലെബനൻ ഓപ്പറേറ്റ് ചെയ്യുന്ന ഏറ്റവും വലിയ ടെറർ ഗ്രൂപ്പായിട്ടാണ് പറയുന്നത് ഹെസ്ബുള്ള എന്ന് പറയുന്നത്. ഇവിടെ നിന്ന് ഓപ്പറേറ്റ് ചെയ്യുന്ന പ്രധാനപ്പെട്ട ഒരു ഗ്രൂപ്പാണ്. അപ്പോൾ ഇസ്രായേലിന്റെ എല്ലാ ദിവസവും ഫൈറ്റ്. ഇപ്പോഴത്തെ സൈഡിൽ ഇറാൻ ഉണ്ട്. ഒരു ഇന്റർനാഷണൽ ഇക്വേഷൻ കൂടെ പറഞ്ഞുതരാം. ഞാൻ എന്തായാലും ഇത്രയും ടോപ്പിക് പഠിച്ചു. ഒരു ഇന്റർനാഷണൽ റിലേഷൻസ് ഇക്വേഷൻ കൊണ്ട് മനസ്സിലാക്കിയാൽ മതി. ഇസ്രായേൽ കംപ്ലീറ്റ്ലി പലസ്തീനായിട്ട് അറ്റാക്ക് ചെയ്യുന്നുണ്ട്. ഇസ്രായേലും ലെബനനും തമ്മിൽ ഫൈറ്റ് ഉണ്ട്. ഇസ്രായേൽ ഈ അടുത്ത് കഴിഞ്ഞ 2-3 ആഴ്ച മുന്നേ ഇറാനെതിരെയും ഫൈറ്റ് നടത്തിയിട്ടുണ്ട്. അപ്പോൾ ഇറാൻ ഇസ് ആക്ച്വലി എൻഗേജ്ഡ് ഇൻ ഫൈറ്റിംഗ് ഇൻ ഓൾ സൈഡ്സ്. അപ്പോൾ പ്രധാനമായിട്ടും പലസ്തീനിലുള്ള ഇറാനും ലെബനനും തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടുള്ള ഫൈറ്റ്. ഇവിടെ മാത്രം അവരൊരു സീസ് ഫയർ കൊണ്ടുവന്നു. തൽക്കാലത്തേക്ക് യുദ്ധം നിർത്തിവെച്ചു. രണ്ടു കൂട്ടർക്കും നല്ലതാണ്. അപ്പോൾ ഇത്രയും സമാധാനം കിട്ടി. അപ്പോൾ ഇവരെ ഇനി ഇങ്ങോട്ട് ഫൈറ്റ് ചെയ്യേണ്ട. പലസ്തീനിലേക്ക് യുദ്ധം നിർത്തിയിട്ടുണ്ടല്ലോ എന്ന് പറഞ്ഞിട്ടില്ല. ചിലപ്പോൾ നാളെ ഇറാനെയും കൺസിഡർ ചെയ്യാം. അതും അവിടെ ഓർത്ത് വെക്കേണ്ട ഒരു കാര്യമാണ്. അപ്പോൾ ഇത് വന്നപ്പോൾ എന്താണെന്ന് വെച്ചാൽ ഇങ്ങനത്തെ ഒരു പ്രോഗ്രാം ഇത് കംപ്ലീറ്റ്ലി നമ്മളെ സപ്പോർട്ട് ചെയ്തതും ഈ സീസ് ഫയർ ഒക്കെ സപ്പോർട്ട് ചെയ്തതെല്ലാം US-ന്റെയും ഫ്രാൻസിന്റെയും കൂടെ ഒരു സഹായത്തോടെയാണ്, അല്ലെങ്കിൽ അവരുടെയും കൂടെ ഒരു ഇന്റർവെൻഷൻ ഉണ്ട് ഇതിനകത്ത്. സോ US-ഉം ഫ്രാൻസ് പോലത്തെ രാജ്യങ്ങളും ഇതേപോലത്തെ കാര്യങ്ങൾ സപ്പോർട്ട് ചെയ്തിട്ടുണ്ടെന്നാണ് മനസ്സിലാവുന്നത്. പിന്നെ ലെബനനിലെ ഏറ്റവും ഇമ്പോർട്ടൻറ്റ് നദിയെക്കുറിച്ച് പറയുന്നുണ്ട്. അന്ന് ഞാൻ പറഞ്ഞാണ് പരീക്ഷയ്ക്ക് ചോദിക്കാവുന്നതാണ്. ഇറ്റ്സ് കോൾഡ് ദ ലിറ്റാനി റിവർ. വെരി ഇമ്പോർട്ടൻറ്റ്, പ്ലീസ് നോ. ഏതാണ് കണ്ടോ? ഫോഴ്സസ് ടു ദ നോർത്ത് ഓഫ് ലിറ്റാനി റിവർ. ലിറ്റാനി എന്ന് പറഞ്ഞൊരു നദിയുണ്ട്. ആ നദിയെക്കുറിച്ചിട്ടും നിങ്ങൾ ഇതിനകത്ത് അധികം വളരെ ക്ലിയർ ആയിട്ട് ഓർത്ത് വെക്കേണ്ടതാണ്. ഓക്കെ, സോ ഇഫ് ദാറ്റ് ഈസ് ഓൾസോ ക്ലിയർ, അടുത്ത പ്രധാനപ്പെട്ട കാര്യത്തിലേക്ക് നമുക്ക് ഡിസ്കസ് ചെയ്ത് പോവാം. സോ മൂവിങ് ഓൺ ടു ദ നെക്സ്റ്റ് ഇമ്പോർട്ടൻറ്റ് ഈസ് എഡിറ്റോറിയലിൽ മറ്റു പ്രധാനപ്പെട്ട എഡിറ്റോറിയൽ ഡിസ്കസ് ചെയ്യുന്നത് റിസർച്ച് ആണ്. റിസർച്ച് സെക്യൂരിറ്റി ഷുഡ് ബി എ നാഷണൽ പ്രയോറിറ്റി. ഇത് വേറൊന്നുമല്ല, നമ്മൾ സിമ്പിളായിട്ട് കണ്ടാൽ മതി. നമ്മുടെ രാജ്യത്തിൽ ഒരു കാര്യം ആലോചിച്ചാൽ മതി. നമ്മൾ രാജ്യത്ത് ഒരു റിസർച്ച് ചെയ്യുകയാണ്. അതായത് റിസർച്ച് എന്ന് ഉദ്ദേശിക്കുമ്പോൾ കഷ്ടപ്പെട്ടിട്ട് വലിയ കണ്ടുപിടുത്തങ്ങളും അല്ലെങ്കിൽ ഭയങ്കര ബ്രേക്ക് ത്രൂ ഉണ്ടാക്കാൻ പോകുന്ന ഒരു റിസർച്ച് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുക. ഈ റിസർച്ച് ശരിക്കും ഇന്ത്യയിൽ സേഫ് ആണോ എന്നാണ് ഇവിടെ ഈ ആർട്ടിക്കിൾ എഡിറ്റോറിയൽ ചോദിക്കുന്നത്. ഇത് സേഫ് ആണോ? പലപ്പോഴും നമ്മൾ ചെയ്യുന്ന ഏതെങ്കിലും റിസർച്ച് ലീക്ക് ചെയ്യാറുണ്ട്. മറ്റേതെങ്കിലും രാജ്യം ഈ റിപ്പോർട്ട് അല്ലെങ്കിൽ ഈ പഠനം അവർ സ്റ്റീൽ ചെയ്ത് എടുത്തുകൊണ്ട് പോകാറുണ്ട്, അല്ലെങ്കിൽ അവർ കട്ടെടുത്തുകൊണ്ട് പോകും. സോ ഡെഫിനറ്റ്ലി ലീക്ക് എന്ന് പറയുമ്പോൾ തെഫ്റ്റ് നടക്കുന്നുണ്ട്, തെഫ്റ്റിൻ്റെ കേസസ് വരാറുണ്ട്. അല്ലെങ്കിൽ മൊത്തത്തിൽ ഈ റിസർച്ച് എല്ലാം
കംപ്ലീറ്റ്ലി ലീക്കായി പോകും. അപ്പോൾ നമ്മൾ ശരിക്കും ഇവിടെ റിസർച്ച് ചെയ്യുന്ന ആൾക്കാരുടെ എഫേർട്ടല്ലേ നഷ്ടപ്പെടുന്നത്. അപ്പോൾ ഇന്ത്യ എന്ന് പറയുന്ന രാജ്യം, നമ്മൾ ഇവിടെ റിസർച്ച് നടക്കുമ്പോൾ ഡെഫിനറ്റ്ലി നമ്മൾ റിസർച്ച് സെക്യൂരിറ്റി ഭയങ്കര സ്ട്രിക്റ്റ് ആക്കണം. നമ്മൾ ഉദ്ദേശിക്കുന്ന പലതരം റിസർച്ചല്ലേ നമ്മൾ നടക്കുന്നത്. നമ്മൾ പലതരത്തിലുള്ള, ഇപ്പം നമ്മൾ ഉദ്ദേശിക്കുന്ന പോലെ സയൻസ് ആൻഡ് ടെക്നോളജി ആയിട്ട് ബന്ധപ്പെട്ട ബയോടെക്നോളജി മാത്രമായിരിക്കില്ല, ആർട്ടിഫിഷ്യൽ പലതരത്തിലുള്ള റിസർച്ചുകളായിരിക്കും നമ്മളിവിടെ നടക്കുന്നത്. പിന്നെ IP തെഫ്റ്റ് അല്ലേ, ഇന്റലക്ച്വൽ പ്രോപ്പർട്ടി റൈറ്റ് അല്ലേ. നമ്മളൊരു പ്രധാനപ്പെട്ട ഒരു കണ്ടുപിടുത്തം നടത്തി, ഈ കണ്ടുപിടുത്തം നടത്തിയ ഉടനെ ഇത് അടിച്ചു മാറ്റി വേറൊരാൾ കൊണ്ടുപോവുകയാണെങ്കിൽ ദിസ് ഇസ് എ സ്റ്റീലിംഗ്. സോ ദിസ് ഇസ് എ തെഫ്റ്റ്, ദിസ് ഇസ് IP തെഫ്റ്റ്, ഇന്റലക്ച്വൽ പ്രോപ്പർട്ടി റൈറ്റ് തെഫ്റ്റ് ആണ് നടക്കുന്നത്. അപ്പൊ ഇങ്ങനെ ചെയ്യുമ്പോൾ സത്യം പറഞ്ഞാൽ ഇന്ത്യയിൽ ഒരു റിസർച്ച് സെക്യൂരിറ്റി വേണം. എന്നാൽ മാത്രമേ ഇത്രയും, ഞാൻ ഉദ്ദേശിച്ച് നമ്മൾ ചെറിയ സാധാരണ റിസർച്ച് അല്ല കേട്ടോ ഞാൻ പറയുന്നത്. നമ്മൾ ഏതെങ്കിലും ഒരു കോളേജിൽ പോയി PhD ചെയ്യുന്ന പോലെ അല്ല ഞാൻ പറയുന്നത്. അതും തെഫ്റ്റ് തന്നെയാണ്, പക്ഷെ എന്നാലും വളരെ സ്ട്രാറ്റജിക് ആയിട്ടുള്ള തെഫ്റ്റുകളുണ്ട്. അപ്പോൾ ആ റിസർച്ച് ഒന്നും നഷ്ടപ്പെടാൻ പാടില്ലെന്നാണ് പറയുന്നത്. അങ്ങനെയാണെങ്കിൽ ഗവൺമെന്റ് ഓഫ് ഇന്ത്യ അങ്ങനെ റിസർച്ച് സെക്യൂരിറ്റി മെഷേഴ്സ് തന്നെ കൊണ്ടുവരാനുണ്ട്. അതായത് വളരെ കൃത്യമായിട്ട് യൂണിവേഴ്സിറ്റി, അതായത് ഏതെങ്കിലും യൂണിവേഴ്സിറ്റി ഒക്കെ ഉണ്ടെങ്കിൽ റിസർച്ച് പേപ്പേഴ്സോ റിസർച്ചോ കാര്യങ്ങളൊക്കെ വളരെ കോൺഫിഡൻഷ്യൽ ആയിരിക്കണം. അവിടെ എത്ര ഫോറിൻ പ്രസൻസ് ഉണ്ടെന്ന് കാൽക്കുലേറ്റ് ചെയ്യണം. ഏതെങ്കിലും രാജ്യത്തിന് അവിടെ പ്രധാന പങ്കുണ്ടോ, ആ രാജ്യം അവിടെ സപ്പോർട്ട് ചെയ്യുന്നുണ്ടോ, ആ രാജ്യത്തിൻ്റെ ആൾക്കാരുണ്ടോ, അതങ്ങനെ വളരെ കൃത്യമായിട്ട് പഠിച്ചിട്ട് വേണം റിസർച്ചിനെ നമ്മൾ പ്രൊട്ടക്റ്റ് ചെയ്യാൻ. ലാബും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ബയോടെക്നോളജി റിലേറ്റഡ് ഇതെല്ലാം വളരെയധികം സെക്യൂർ ആയിരിക്കണം. ഒരിക്കലും ഈ ഇൻഫർമേഷൻ ഒന്നും പുറത്ത് ചോർന്നു പോകാത്ത രീതിയിൽ അങ്ങനെ ഒരു സെക്യൂരിറ്റി അപ്പാരറ്റസ് ക്രിയേറ്റ് ചെയ്യണമെന്നാണ്. സോ വി നീഡ് എ സ്ട്രോങ് സെക്യൂരിറ്റി അപ്പാരറ്റസ് ഫോർ ദ സേഫ്റ്റി ഓഫ് റിസർച്ച്. ഇത്രയേ ഉള്ളൂ ഈ ആർട്ടിക്കിൾ പറയുന്നത്. ഇത് മൊത്തം വായിച്ചാലും നിങ്ങൾക്ക് ഏകദേശം ഇത്ര തന്നെ മനസ്സിലാവുള്ളൂ. അപ്പോൾ ഏകദേശം ഒരു ധാരണ കിട്ടിയെന്ന് വിചാരിക്കുന്നു. ഇതിന് മൊത്തം ചെറിയൊരു കഥ പറഞ്ഞതേ ഉള്ളൂ. റിസർച്ച് സെക്യൂരിറ്റി അവിടെ പറയുന്നുണ്ട്. പല രാജ്യങ്ങളിലും ഇതേപോലത്തെ കണ്ടോ, ഇതിന് പറയുന്നുണ്ട് ചൈനീസ് ഫണ്ടിങ് കിട്ടിയിട്ടുണ്ട്, അപ്പോൾ ആ റിസർച്ച് ചൈനയ്ക്ക് ചോർത്തി കൊടുത്തിട്ടുണ്ട്. സൈബർ അറ്റാക്ക് വരുന്നുണ്ട്, അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽസ് അങ്ങോട്ട് പോകാറുണ്ട് എന്നൊക്കെ എഴുതിയിട്ടുണ്ട്. പല രാജ്യങ്ങളിലും റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഉണ്ട്. ഇതേപോലെ ചൈന, ഇത് പല രാജ്യങ്ങളിലും ഇങ്ങനത്തെ കൊലാബറേഷനും റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഒക്കെ നടക്കുന്നുണ്ട്. അപ്പോൾ ഇന്ത്യയിലും ഇങ്ങനത്തെ ഒരു സംഭവം വേണമെന്നാണ് ഇവിടെ പറയുന്നത്. ദാറ്റ്സ് ഇറ്റ്. അത്രയാണ് ഇതിൻ്റെ മാക്സിമം കാര്യം ഡിസ്കസ് ചെയ്യുന്നത്. പിന്നെ പ്രധാനപ്പെട്ട മറ്റൊരു വാർത്ത എന്ന് പറയുന്നത് ഇന്ത്യ സിറ്റീസ് ദർ നോൺ കമ്മ്യൂണിക്കബിൾ ഡിസീസ് ബേർഡൻ. ഇത് NCD കുറിച്ചാണ് പറയുന്നത്. ഇത് വേറൊന്നുമല്ല, NCD എത്രത്തോളം വലിയൊരു ചലഞ്ചാണ്. നോൺ കമ്മ്യൂണിക്കബിൾ ഡിസീസ് എന്ന് പറയുമ്പോൾ തന്നെ നമുക്ക് തന്നെ അറിയാം, ഇത് ഹാർട്ട് അറ്റാക്ക്, അതേപോലെ ടൊബാക്കോ യൂസ് വരുന്നത്. നിപ്പിൽ ഒരുപാട് ആൾക്കാർക്ക് ഹാർട്ട് അറ്റാക്ക് വരാറുണ്ട്. ടൊബാക്കോ യൂസ് കാര്യങ്ങളൊക്കെ ഇതിനകത്ത് ഡിസ്കസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അർബൺ ഏരിയ, ഏറ്റവും കൂടുതൽ ആൾക്കാർ ലോകത്ത് മൊത്തം നോക്കുകയാണെങ്കിൽ അർബൺ ഏരിയയിലാണോ താമസിക്കുന്നത്. ഈ അർബൺ ഏരിയയിലുള്ള ആൾക്കാർ ഈ നോൺ കമ്മ്യൂണിക്കബിൾ ഡിസീസസ്, അപ്പോൾ ശരിക്കും നിങ്ങൾ പരീക്ഷാ ലെവലിൽ NCD എന്താണെന്ന്, ഇപ്പോൾ ഞാൻ ജസ്റ്റ് ഹാർട്ട് അറ്റാക്ക് ഇങ്ങനത്തെ കുറേ കാര്യങ്ങളും അല്ലെ ലൈഫ് സ്റ്റൈൽ ഡിസീസസ് എന്നൊക്കെ പറയില്ല, അങ്ങനത്തെ കുറേ അസുഖങ്ങൾ വരുമ്പോൾ ഇതിൻ്റെ പ്രധാനപ്പെട്ട കാര്യം അർബൺ ഏരിയയിലാണ് ചർച്ച ചെയ്യുന്നത്. അർബൺ ഏരിയയിൽ ഇത് വരാനുള്ള പ്രധാന കാര്യം എന്താ? ഒന്ന് നമ്മുടെ ലൈഫ് സ്റ്റൈൽ തന്നെയാണ്. ലൈഫ് സ്റ്റൈൽ പ്രധാനപ്പെട്ട ഒരു കാര്യം പറയുന്നുണ്ട്. നമ്മുടെ ഫുഡ്, നമ്മൾ കഴിക്കുന്ന ഫുഡ് കാര്യങ്ങൾ, പിന്നെ ഇനാക്ടിവിറ്റി, ആൾക്കാർക്കൊന്നും വേണ്ടത്ര എക്സസൈസും കാര്യങ്ങളൊന്നുമില്ല. ഇതൊക്കെ കൊണ്ട് ഈ ലൈഫ് സ്റ്റൈൽ ഡിസീസൊക്കെ വരാം. അപ്പോൾ ശരിക്കും അർബൺ ഏരിയാസിലും ഇന്ത്യയിലൊക്കെ നമ്മൾ വളരെയധികം ഇത് ശ്രദ്ധ കൊടുക്കണമെന്നാണ് പറയുന്നത്. ഈ അടുത്ത് ബാംഗ്ലൂർ ഒരു മെട്രോ ട്രാൻസ്പോർട്ടിൽ അവിടുത്തെ ഒരു BMTC സ്റ്റാഫ് ഡ്യൂട്ടിയിലിരിക്കുമ്പോൾ തന്നെ പെട്ടെന്ന് കാർഡിയക് അറസ്റ്റിൽ മരിച്ചുപോയി. അപ്പോൾ ഇങ്ങനെ വെക്കുമ്പോഴാണ് അവിടുത്തെ സാധാരണ വൾണറബിൾ പോപ്പുലേഷനൊക്കെ ഇവർക്കൊക്കെ ഇതിനെതിരെ NCDക്കെതിരെ എന്തെങ്കിലും, ഇവർ പുക വലിക്കുന്നുണ്ട്, ടൊബാക്കോ ഉപയോഗിക്കുന്നുണ്ട്, ഇതിൻ്റെയൊക്കെ എന്തെങ്കിലും ഒരു സംഭവം കൊടുക്കാൻ പറ്റുന്നുണ്ടോ എന്നാണ് ഈ ആർട്ടിക്കിൾ കൂടുതലും ഡിസ്കസ് ചെയ്യുന്നത്. ആൻഡ് ഇറ്റ് ഓൾസോ ഡിസ്കസ് എ വെരി ഇമ്പോർട്ടൻറ്റ് പോളിസി ഓഫ് നാഷണൽ നോൺ കമ്മ്യൂണിക്കബിൾ ഡിസീസസ് സർവൈലൻസ് പോളിസി. ഇന്ത്യ ഹാസ് എ നാഷണൽ നോൺ കമ്മ്യൂണിക്കബിൾ NCD സർവൈലൻസ് പോളിസി ഉണ്ട്. ആൾക്കാരെ എങ്ങനെ കണ്ടുപിടിക്കണം എന്നുള്ളതില്ലേ. അപ്പോൾ അങ്ങനെ ഒരു പോളിസിയും കൂടെ ഓർത്ത് വെച്ചോ. നാഷണൽ NCD സർവൈലൻസ് പോളിസി എന്നൊരു പോളിസി ഉണ്ട്. പിന്നെ ഹാഫ് ഓഫ് ദ വേൾഡ്സ് പോപ്പുലേഷൻ ഇസ് ലിവിങ് ഇൻ അർബൺ ഏരിയാസ്. കണ്ടോ, അത്രയും ആൾക്കാർ അർബൺ ഏരിയയിലാണ് താമസിക്കുന്നത്. അപ്പോൾ അവിടുത്തെ അവസ്ഥകളും കാര്യങ്ങളും നമ്മൾ ഈ സർവൈലൻസ് സിസ്റ്റം വെച്ചിട്ട് ആൾക്കാരെ കണ്ടുപിടിക്കണം. ഇത് അസുഖം വരാതെ നോക്കാനുള്ള ഉത്തരവാദിത്തം ഗവൺമെൻറ്റിനും കൂടെ ഉണ്ട് എന്നുള്ളതാണ് ഇതിൽ പറയുന്നത്. സോ ആ ഒരു പോയിന്റ് ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. അടുത്ത പ്രധാനപ്പെട്ട വാർത്ത എന്ന് പറയുന്നത് ഇറ്റ്സ് എൻ ഇൻട്രസ്റ്റിംഗ് ന്യൂസ്. ഇന്ത്യസ് AI സേഫ്റ്റി ഇൻസ്റ്റിറ്റ്യൂട്ട്, അങ്ങനെ ഒരു ഇൻസ്റ്റിറ്റ്യൂട്ട് വന്നാൽ നല്ലതല്ല. ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് എന്ന് പറയുമ്പോൾ തന്നെ വളരെ എന്താ പറയുക, സിനിക്കലും സസ്പീഷ്യസ് ആയിട്ടാണ് നമ്മൾ ഇതിനെ കാണുന്നത്. അപ്പോൾ AI വരുമ്പോൾ AIയുടെ ഒരു സേഫ്റ്റി ഇൻസ്റ്റിറ്റ്യൂട്ടും കൂടെ ഉണ്ടെങ്കിൽ അത് നല്ലതാണെന്നുള്ള രീതിയിലാണ് ഇവിടെ പറയുന്നത്. സോ ഇറ്റ്സ് ഗുഡ് ടു ഹാവ് എ സേഫ്റ്റി ഇൻസ്റ്റിറ്റ്യൂട്ട്. ഒരു സേഫ്റ്റി ഇൻസ്റ്റിറ്റ്യൂട്ടും കൂടെ ഉണ്ടെങ്കിൽ അത് നല്ലതാണെന്നാണ് പറയുന്നത്.
അപ്പോൾ AI എന്തൊക്കെ ചെയ്യും, അങ്ങനത്തെ സേഫ്റ്റി ഇൻസ്റ്റിറ്റ്യൂട്ട് നല്ലതല്ലേ? AI കുറിച്ചുള്ള കംപ്ലീറ്റ് കാര്യങ്ങൾ തീരുമാനിക്കുന്ന ഒരു ഏജൻസി അല്ലെങ്കിൽ ഒരു ഇൻസ്റ്റിറ്റ്യൂഷൻ ഉള്ള നല്ലതാണെന്നാണ് പറയുന്നത്. ഇനി പല രാജ്യങ്ങളും US-ഉം UK-യിലൊക്കെ ഓൾറെഡി ഇത്തരം സേഫ്റ്റി ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഉണ്ട്, ഇതിനകത്ത് തന്നെ ആർട്ടിക്കിളിൽ പറയുന്നുണ്ട്. പിന്നെ നമുക്കിതിനകത്ത് മനസ്സിലാക്കേണ്ട കുറേ കാര്യങ്ങളാണ്. വാട്ട് ഈസ് GDC? ഗ്ലോബൽ ഡിജിറ്റൽ കോമ്പാക്ട്, വെരി വെരി ഇമ്പോർട്ടൻറ്റ്. UN-ന്റെ സമ്മിറ്റ് ഓഫ് ഫ്യൂച്ചർ എന്ന് പറഞ്ഞൊരു പ്രോഗ്രാം ഉണ്ട്. അതിൽ വളരെ പ്രധാനപ്പെട്ട ഒരു ഇതാണ് ഗ്ലോബൽ ഡിജിറ്റൽ കോമ്പാക്ട് എന്ന് പറയുന്നത്. UN സമ്മിറ്റ് ഓഫ് ഫ്യൂച്ചർ, UN സമ്മിറ്റ് ഫ്യൂച്ചർ, അതിൽ ഡിസ്കസ് ചെയ്താണ്. അപ്പോൾ ഇതൊക്കെ ഇതിനകത്ത് എടുത്തു പറയുന്ന കാര്യങ്ങളാണ്, നമുക്കിതിനകത്ത് മനസ്സിലാക്കേണ്ടതുണ്ട്. ഇത് വരാൻ പോകുന്നത് മിനിസ്ട്രിയാണ്. ഇതിൽ മിനിസ്ട്രി ഓഫ് ഇൻഫർമേഷൻ ടെക്നോളജിയാണ് ഇതിനകത്ത് പ്രധാനപ്പെട്ടും പറയുന്നത്. ടേക്ക് എ ലുക്ക് അറ്റ് ദാറ്റ്. മിനിസ്ട്രി ഓഫ് ഇൻഫർമേഷൻ ടെക്നോളജി, യെസ്, മീറ്റിംഗ്. അതായത് മിനിസ്ട്രി ഓഫ് ഇലക്ട്രോണിക്സ് ആൻഡ് ഇൻഫർമേഷൻ ടെക്നോളജിയാണ് ഇങ്ങനെ ഒരു മീറ്റിംഗ് ഉണ്ട്, ഇങ്ങനെ ഒരു സംഭവം വേണമെന്ന് പറയുന്നത്. അപ്പോൾ അങ്ങനെ വരികയാണെങ്കിൽ ഓൾറെഡി G20-യിലും പോളിസി മേക്കേഴ്സ് ഷുഡ് ബിൽഡ് ഓൺ ഇന്ത്യസ് റീസെന്റ് ലീഡർഷിപ്പ്. G20 ആൻഡ് GPI. എന്താണ് ഈ GPAI? അതും ഇമ്പോർട്ടൻ്റ് ആണ്, പരീക്ഷയ്ക്ക് നമുക്ക് അറിഞ്ഞിരിക്കണം. അതൊരു ഗ്രൂപ്പിംഗ് പോലെയാണ്, ഒരു രാജ്യങ്ങളുടെ ഒരു കൂട്ടായ്മ പോലെ. GPAI എന്ന് പറയുന്നത് എന്താ? ഇതിൽ GPAI എന്ന് മാത്രമേ പറയുന്നുള്ളൂ. സോ പ്ലീസ് നോ, GPAI മീൻസ് ഗ്ലോബൽ പാർട്ട്ണർഷിപ്പ് ഓൺ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ്. 2020 വന്ന ഒരു പ്രധാനപ്പെട്ട ഇതും കൂടാണ്. അപ്പോൾ ഇത് AI ആയിട്ട് ബന്ധപ്പെട്ട കുറേ ഏജൻസീസിൻ്റെ പേര് ഞാൻ പറയാം. GPAI ഇതിൽ കൊടുത്തിട്ടുണ്ട്, ഗ്ലോബൽ പാർട്ട്ണർഷിപ്പ് ഓൺ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ആണ് GPAI. ആൻഡ് അതേപോലെ തന്നെ വേറെയും പറയുന്നുണ്ട് ഗ്ലോബൽ ഡിജിറ്റൽ കോമ്പാക്ട്, GDC. കണ്ടോ, GDC, ഗ്ലോബൽ ഡിജിറ്റൽ കോമ്പാക്ട്. അതും പ്രധാനപ്പെട്ട ഒരു ഏജൻസിയും കൂടാണ്. UN സമ്മിറ്റ് സെക്യൂരിറ്റി, UN സേഫ്റ്റി, അതായത് UN-ന്റെ സമ്മിറ്റ് ഓഫ് ഫ്യൂച്ചർ എന്നാണ് അതിൻ്റെ പേര്. സമ്മിറ്റ് ഓഫ് ഫ്യൂച്ചറിലാണ് ഇത് വന്നിരിക്കുന്നത്. അപ്പോൾ ഇങ്ങനെ ഇതേപോലെ ഒരു ഇൻസ്റ്റിറ്റ്യൂഷൻ ഉള്ളത് നല്ലതാണെന്നാണ് പറയുന്നത്. ലോകത്ത് പല രാജ്യങ്ങളിലും ഇത്തരത്തിലുള്ള ഇൻസ്റ്റിറ്റ്യൂഷൻസ് പ്രവർത്തിക്കുന്നുണ്ട് എന്നുള്ളൊരു വാർത്തയും ഇതിനകത്ത് വരുന്നുണ്ട്. AI സെക്യൂരിറ്റിക്ക് വേണ്ടി ഇങ്ങനെ ഒരു വാർത്തയും കൂടെ ഉള്ളത് നല്ലതാണ്. പിന്നെ ഇതൊരു പ്രധാനപ്പെട്ട വാർത്തയാണെങ്കിൽ പോലും ഒരു ഗ്ലാരിങ് ഇൻസൈറ്റ് ആണ്. ടേക്ക് എ ലുക്ക് അറ്റ് ദാറ്റ്. ഏകദേശം 8 IIT, 7 IIM, ഇതിൽ കാണുന്ന പ്രധാനപ്പെട്ട 80% ഫാക്കൽറ്റീസ് എന്ന് പറയുന്ന, അല്ലെങ്കിൽ ഇതിൽ പഠിപ്പിക്കുന്ന ആൾക്കാരെല്ലാം ജനറൽ കാറ്റഗറി വരുന്നതാണ്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ബാക്കിയുള്ള SC, ST, OBC വിഭാഗത്തിൽപ്പെട്ട ആൾക്കാരെ ഒന്നും ഇവിടെ എത്രയോ വേക്കൻസി റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. പക്ഷേ ഇത്രയും വേക്കൻസി റിപ്പോർട്ട് ചെയ്തിട്ടും SC, ST, OBC-ക്കാരെ അപ്പോയിൻറ്റ് ചെയ്യുന്നില്ല എന്നാണ് ഈ റിപ്പോർട്ട് പറയുന്നത്. എന്തുകൊണ്ട് അപ്പോയിൻറ്റ് ചെയ്യുന്നില്ല എന്ന് പറയുന്ന പ്രധാനപ്പെട്ട കാര്യമാണ് ഇവിടെ ഏറ്റവും കൂടുതൽ ചർച്ച നടക്കുന്നത്. അപ്പോൾ ഇത്രയും ഫാക്കൽറ്റി പൊസിഷന് വേക്കൻസി ഉണ്ട്, എത്രയോ സ്ഥലത്ത് വേക്കൻസി ഉണ്ട്. കണ്ടോ, ഓൾമോസ്റ്റ് 256 വേക്കൻസീസ് ലിസ്റ്റ് ചെയ്തിട്ടുണ്ട്. പക്ഷേ ഓഫ് ദോസ് 88 ഫോർ OBC കാറ്റഗറി, ദ ഹയസ്റ്റ് അമംഗ് വാസ് ഫോളോഡ് 30 അൺഫിൽ. അത്രയും പോസ്റ്റുകൾ ഇപ്പോഴും ഫില്ല് ചെയ്യപ്പെട്ടിട്ടില്ല. അപ്പോൾ എന്തുകൊണ്ടാണ് ഇത് ഫില്ല് ചെയ്യാത്തത് എന്നുള്ളൊരു വലിയ ചോദ്യം ഇവിടെ വരുന്നുണ്ട്. അതാണ് ഇവിടെ പ്രധാനമായിട്ടും കാണുന്നത്. ഓക്കെ, അതാണ് ഇതിന് പ്രധാനപ്പെട്ട കാര്യം. പിന്നെ അടുത്തത് GST റവന്യൂ കുറിച്ചാണ്. ഫെസ്റ്റീവ് റഷ് മിസ്സിംഗ് യെറ്റ് നെറ്റ് GST റവന്യൂസ് അപ്പ് ബൈ 11%. GST കളക്ഷൻ കുറച്ചും കൂടെ ബെറ്റർ ആയി എന്നാണ് ഇവിടെ പറയുന്നത്. പക്ഷേ ഇതിനകത്ത് 2 കാൽക്കുലേഷൻ ഉണ്ട്. ഗ്രോസ് GST കാൽക്കുലേറ്റ് ചെയ്യുന്നുണ്ട്. എന്താണ് ഗ്രോസ് GST റവന്യൂ, എന്താണ് നെറ്റ് റവന്യൂ? നെറ്റ് റവന്യൂ എന്ന് പറയുന്നത് നെറ്റ് GST. അപ്പോൾ നമുക്കൊരു കാര്യം അറിയാം, ഇത് നമ്മുടെ GST-യുടെ ഇതൊരു ബാസ്ക്കറ്റ് ആണെന്ന് വിചാരിക്കുക, ഇത് GST ബാസ്ക്കറ്റ് ആണെന്ന് വിചാരിക്കുക. അപ്പോൾ നമുക്ക് പല ടാക്സും ഇതിനകത്ത് എല്ലാ GST-യും ഉൾപ്പെടുത്തും കേട്ടോ. ഈ പറയുന്ന പോലെ CGST, അതേപോലെ SGST, അതേപോലെ IGST, അങ്ങനെ എല്ലാം എന്തൊക്കെ ടാക്സ് ഉണ്ടോ എല്ലാം കൂടെ ഇതിനകത്ത് വന്ന് വീഴും. എല്ലാ ടാക്സും ഇതിനകത്ത് ഇങ്ങനെ വന്ന് വീഴും. ഈ മൊത്തം നമുക്ക് കിട്ടുന്ന ടാക്സ് GST കളക്ഷനെയാണ് നമ്മൾ ഗ്രോസ് എന്ന് വിളിക്കുന്നത്. നമുക്ക് തന്നെ അറിയാം, ഇനിയിപ്പോൾ ഞാൻ GST-യുടെ കംപ്ലീറ്റ് കാര്യങ്ങൾ പഠിപ്പിക്കാൻ പോകുന്നില്ല. ഈ കിട്ടിയ GST-യിൽ വലിയൊരു പങ്ക് റീഫണ്ട് പോകുന്നുണ്ട്. അങ്ങനെയാണല്ലോ അതിൻ്റെ വെയ്പ്പ്. അത് നിങ്ങൾ ഇതിനകത്ത് മാത്രം പറഞ്ഞിരുന്നില്ല, ഓൾറെഡി നിങ്ങൾക്ക് അറിയാമെന്ന് വിചാരിക്കുന്നു. ഇൻപുട്ട് ടാക്സ് ക്രെഡിറ്റ് എന്നൊരു സംഭവമുണ്ട്. ഇപ്പോൾ ഞാൻ ഓൾറെഡി അത് എക്സ്പ്ലെയിൻ നമുക്ക് ഓൾറെഡി നമ്മൾ 2 പ്രാവശ്യം GST അടയ്ക്കാതിരിക്കാൻ വേണ്ടിയാണ് നമ്മൾ ഓൾറെഡി ഒരു GST പേ ചെയ്തു, നമുക്കൊരു GST ക്രെഡിറ്റ് കിട്ടും. അപ്പോൾ നമ്മൾ GST അടയ്ക്കുന്ന സമയത്ത് നമുക്ക് ഇത്ര രൂപ ടാക്സ് അടയ്ക്കണമെന്നുണ്ടെങ്കിൽ ഈ പൈസ നമുക്ക് റീഫണ്ട് കിട്ടും, അഡ്ജസ്റ്റ് ചെയ്തെടുക്കാം. ഞാനിപ്പോൾ അതിലേക്ക് പറഞ്ഞ് ഇനി എക്സ്പ്ലനേഷൻ കൂടുതൽ പോകുന്നില്ല. നമുക്ക് പിന്നെ GST പഠിക്കുമ്പോൾ പഠിക്കാതെ, എന്നാലും ഒന്ന് മനസ്സിലാക്കിക്കോ. റീഫണ്ട് പോകുമെന്ന് മനസ്സിലാക്കി വെക്കുക. അപ്പോൾ കിട്ടുന്ന മുഴുവൻ നമുക്ക് പോവില്ല, കുറേ എമൗണ്ട് റീഫണ്ട് കിട്ടും. അങ്ങനെ റീഫണ്ട് പോയിട്ട് ബാക്കി വരുന്നതാണ് ഗവൺമെൻറ്റിൻ്റെ കയ്യിലുള്ള പൈസ. അതാണ് നെറ്റ് GST എന്ന് പറയുന്നത്. അത് 11% കൂടിയിട്ടുണ്ടെന്ന് പറഞ്ഞു.
ഇപ്പോൾ ഗ്രോസ് എന്ന് പറയുന്നത് ഏകദേശം 8.9% കഴിഞ്ഞ മാസം. അത് ഇപ്രാവശ്യം ഇച്ചിരി കുറഞ്ഞിട്ടുണ്ട്, 8.5% ആയിട്ട് കുറഞ്ഞു. പക്ഷേ ഗ്രോസ് നോക്കുമ്പോൾ വ്യത്യാസമുണ്ട്. GST നെറ്റ് നോക്കുമ്പോൾ വ്യത്യാസമുണ്ട്. അപ്പോൾ നെറ്റ് എന്ന് പറയുമ്പോൾ റീഫണ്ട് പോയിട്ട് കഴിച്ചെടുക്കുന്നത്, ബാക്കി വരുന്നതാണ് നെറ്റ്. ക്ലിയർ അല്ലേ? എല്ലാം കൂടെ ഈ ബോക്സിനകത്ത് വീഴുന്നതാണ്, ഗവൺമെന്റിന്റെ എല്ലാ ടാക്സും വീഴുന്നതാണ് ഗ്രോസ്. എല്ലാം കൂടെ ഇതിനകത്തുനിന്ന് റീഫണ്ട് മൈനസ് ചെയ്ത് ബാക്കി എടുക്കുന്നതാണ് നെറ്റ് GST. ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇത്രയും കോടി രൂപ, ഇത് മൊത്തം വായിച്ചാലും ഇത് തന്നെ പറയാനുള്ളൂ. കഥ ഇത് തന്നെയാണ്, ഇതിന്റെ സ്റ്റോറി ഇത്ര തന്നെയാണ്. പിന്നെ പ്രൈം മിനിസ്റ്റർ ഈ അടുത്ത് പ്രധാനപ്പെട്ട ഒരു ചർച്ചയിലാണല്ലോ, അതായത് DGPയുടെ വലിയ മീറ്റിംഗ് നടക്കല്ലേ, DGP കോൺഫറൻസ്. DGPമാരുടെയും IG മാരുടെയും കോൺഫറൻസ് നടക്കുകയാണ് ഭുവനേശ്വറിൽ. അതിൽ പ്രധാനമായിട്ടും പ്രൈം മിനിസ്റ്റർ പറയുന്ന കുറേ കാര്യങ്ങൾ പറയുന്നുണ്ട്. ഡിജിറ്റൽ അറസ്റ്റിനെ കുറിച്ച് പറയുന്നുണ്ട്. അതേപോലെ ഡീപ് ഫേക്ക്, ആൾക്കാരുടെ മുഖമൊക്കെ മാറ്റി വെച്ചിട്ട് എന്തൊക്കെ ക്രൈംസ് ആണ് നടക്കുന്നത്, ഡീപ് ഫേക്ക് വരുന്നുണ്ട്. അപ്പോൾ ഇത്തരത്തിലുള്ള IT ടെക് റിലേറ്റഡ് ആയിട്ടുള്ള ക്രൈംസിനോടെല്ലാം പോലീസ് ഭയങ്കര ശക്തമായി, പോലീസ് ഷുഡ് ബി പ്രിപ്പയർഡ് എന്നാണ് പറയുന്നത്. പോലീസ് ഫോഴ്സസ് പ്രിപ്പയർഡ് ആയിരിക്കണം എന്നാണ് പറയുന്നത്. അതേപോലെ സർദാർ വല്ലഭായ് പട്ടേലിന്റെ കോൺട്രിബ്യൂഷൻസും ഇവിടെ പറയുന്നുണ്ട്. സോ വി ഷുഡ് നോ ഹൂ ഇസ് സർദാർ വല്ലഭായ് പട്ടേൽ, അതിനെക്കുറിച്ചിട്ടും കാര്യങ്ങൾ പറയുന്നുണ്ട്. പിന്നെ കൗണ്ടർ ടെററിസം, മാവോയിസം, സൈബർ ക്രൈം, എക്കണോമിക് സെക്യൂരിറ്റി, കോസ്റ്റൽ സെക്യൂരിറ്റി, നാർക്കോ ട്രാഫിക്കിംഗ്, ഇതൊക്കെയാണ് പ്രധാനപ്പെട്ട ഡിസ്കസ് ചെയ്ത ചർച്ചകൾ. അപ്പം ശരിക്കും പറഞ്ഞാൽ ഈ ഇതൊക്കെ നിങ്ങൾ എഴുതുകയാണെങ്കിൽ നിങ്ങൾക്ക് മെയിൻസ് ഒക്കെ എഴുതുന്ന സമയത്ത് വാട്ട് ആർ സം ഓഫ് ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് ചലഞ്ചസ്, നമ്മുടെ സെക്യൂരിറ്റി ചലഞ്ചസ് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ വേറെ പോയിന്റ് അന്വേഷിക്കേണ്ട. യെസ്, ദീസ് ആർ സം ഓഫ് ദി ഇമ്പോർട്ടൻറ്റ് ചലഞ്ചസ് എന്ന് പറഞ്ഞാൽ നമുക്ക് എഴുതിക്കൂടെ. സൈബർ ക്രൈം ഇതിനകത്ത് എഴുതിയിട്ടുണ്ട്, ഇതിനകത്ത് ഞാൻ ഓൾറെഡി എഴുതിയിട്ടുണ്ട്. ടെററിസം ഉണ്ട്, കൗണ്ടർ ടെററിസം ഉണ്ട്, ലെഫ്റ്റ് വിങ്, മാവോയിസം, നക്സലിസം ഇഷ്യൂ ഉണ്ട്, സൈബർ ക്രൈം, എക്കണോമിക് സെക്യൂരിറ്റി, കോസ്റ്റൽ സെക്യൂരിറ്റി, നാർക്കോ ട്രാഫിക്കിംഗ്, അങ്ങനെ എന്തൊക്കെ കാര്യങ്ങളുണ്ട്. അപ്പോൾ 5-6 പോയിന്റ് ഇവിടെ തന്നെ എഴുതാൻ കിട്ടി. ആ ഒരു കോണ്ടെക്സ്റ്റിൽ ഈ വാർത്ത ഓർത്ത് വെക്കണം. വെരി ഇമ്പോർട്ടൻറ്റ്, യു ഷുഡ് റിമെമ്പർ ദാറ്റ്. ഓക്കെ. പിന്നെ അടുത്ത പ്രധാനപ്പെട്ട കാര്യം, പൊളിറ്റിക്കൽ വാർത്തകളല്ലാതെ മല്ലികാർജുൻ ഖാർഗെ പറയുന്നുണ്ട് മോസ്ക് സർവേസ്, ഇങ്ങനെ മോസ്ക് സർവേ ചെയ്ത് കഴിഞ്ഞാൽ അത് ഭയങ്കര പ്രശ്നമാണെന്ന് പറയുന്നുണ്ട്. അതെന്താ കാരണം എന്ന് വെച്ചാൽ ഐ വിൽ എക്സ്പ്ലെയിൻ, പെട്ടെന്ന് എക്സ്പ്ലെയിൻ ചെയ്ത് തരാം. അതായത് വേറൊന്നുമല്ല, ഇത്രയും മനസ്സിലാക്കിയാൽ മതി. നമ്മളൊരു ഇപ്പോൾ എക്സ് എന്ന് പറയുന്ന ഒരു പള്ളി, ഒരു മുസ്ലിം പള്ളി, ഒരു മോസ്ക് ആണെന്ന് വിചാരിക്കാം. ഇവിടെ നിന്നൊരു സംഘടന, എ എന്ന് പറഞ്ഞൊരു സംഘടന, ഒരു ഹിന്ദു സംഘടന പറയാണ് ഈ എക്സ് എന്ന് പറയുന്ന മോസ്ക് 500 വർഷം മുന്നേ ഇതൊരു അമ്പലമായിരുന്നു, ഇതൊരു ടെമ്പിൾ ആയിരുന്നു എന്ന് പറയാണ്. ഓക്കെ, ഇത് മനസ്സിലാക്കാം. ഇത് പ്ലേസസ് ഓഫ് വർഷിപ്പ് ആക്ട്. ഇപ്പുറത്തെ സൈഡിൽ കോടതിയുണ്ട്, ഒരു കോർട്ടുണ്ട്, അവിടുത്തെ ലോക്കൽ കോടതി അല്ലെങ്കിൽ അവിടുത്തെ ലോക്കലായിട്ടുള്ള സ്ഥലത്തുള്ള ഡിസ്ട്രിക്ട് കോർട്ടോ അല്ലെങ്കിൽ അവിടുത്തെ പ്രധാനപ്പെട്ട കോർട്ട്, ലോവർ കോർട്ട് എന്ന് ഉദ്ദേശം മതി, കീഴ്ക്കോടതി എന്ന് മനസ്സിലാക്കുക. ഈ കോടതി ഇങ്ങനെ ഒരു സംഭവം ഉണ്ടെന്ന്, ഇവിടെ പള്ളിയായിരുന്നു, പള്ളിക്ക് മുന്നേ അമ്പലമായിരുന്നു എന്ന് പറയുന്നത്, ഈ എ എന്ന് പറയുന്ന സംഘടന കോടതി കൊണ്ട് കേസ് കൊടുക്കും. കോടതിയാണ് ഇമ്മീഡിയറ്റ്ലി എന്ത് ചെയ്യുന്നത് വെച്ചാൽ കോടതി ഇത് സർവേ ചെയ്യാനുള്ള ഉത്തരവ് പുറപ്പെടുവിക്കും. ഈയിടെ വാർത്തയുണ്ടായിരുന്നു, കോടതി ഇങ്ങനെ വളരെ പെട്ടെന്ന് ഇങ്ങനെ ഡിസിഷൻ എടുക്കരുതെന്ന് പറയുന്നുണ്ട്. കോടതി ഇത് സർവേ ചെയ്യാനുള്ള ഉത്തരവിടും. ഈ സർവേ ചെയ്യാൻ പോകുമ്പോൾ ഈ പള്ളിയിലെ മോസ്കിൽ വന്നിട്ട് ഇവരെ കംപ്ലീറ്റ്ലി ഇവിടെ കുഴിക്കും. ആർക്കിയോളജിക്കൽ എക്സ്കവേഷൻ പോലെ ഇത് എക്സ്കവേറ്റ് ചെയ്ത് കളയും. അപ്പോൾ ഇത് മൊത്തം കുറേ ഏരിയ പൊളിക്കേണ്ടി വരും. അപ്പോൾ ഇതിങ്ങനെ ചെയ്യുന്നത് ഹിന്ദു മുസ്ലിംസിനെ തമ്മിൽ അടുപ്പിക്കുന്ന ഒരു സിസ്റ്റമാണ് അല്ലെങ്കിൽ ഒരു അജണ്ടയാണെന്നാണ് ഈ വാർത്ത ഇവിടെ പറയുന്നത്. ഓക്കെ. പിന്നെ അടുത്ത പ്രധാനപ്പെട്ട വാർത്ത എന്ന് പറയുന്നത്, ലെറ്റ്സ് ടേക്ക് ദിസ് ഐഡിയ, ഇതെടുക്കാം. സൊസൈറ്റി വിൽ പെരിഷ് ഇഫ് പോപ്പുലേഷൻ ഗ്രോത്ത് ഫാൾസ് ബിലോ 2.1 റീപ്ലേസ്മെന്റ് ലെവൽ. 2.1 പോപ്പുലേഷൻ ഗ്രോത്ത് റേറ്റ് താഴ്ന്നാൽ അത് ബുദ്ധിമുട്ടാണ് എന്നാണ് RSSന്റെ ഹെഡ് മോഹൻ ഭാഗവത് പറയുന്നത്. സോ ഫെർട്ടിലിറ്റി റേറ്റ് ഷുഡ് നോട്ട് ഡ്രോപ്പ് ബിലോ 2.1. അപ്പോൾ ഇതെന്ന് പറയുന്നത് വളരെ സിമ്പിളായിട്ട് മനസ്സിലാക്കിയാൽ മതി. നമുക്ക് ഓൾറെഡി ഒരു ടാർഗറ്റ് ഉണ്ടെന്ന് മനസ്സിലാക്കുക. അതായത് ഒരു ഫാമിലിക്ക് നമ്മൾ റീപ്ലേസ്മെന്റ് ലെവൽ എന്നൊരു വാക്കുണ്ട് ഫെർട്ടിലിറ്റി റേറ്റ് ഒക്കെ പറയുമ്പോൾ. വാട്ട് ഇസ് കോൾഡ് എ റീപ്ലേസ്മെന്റ് ലെവൽ? ഇപ്പോൾ ഒരു ഫാമിലിക്കകത്ത് 2 പ്രധാനപ്പെട്ട ആൾക്കാരുണ്ട്. അതായത് 2 പ്രധാനപ്പെട്ട ആൾക്കാരുണ്ട്, ഫാദർ അതേപോലെ മദർ. പിന്നെ ഇവർക്ക് കുട്ടികളും ഉണ്ട്, കിഡ്സ് ഉണ്ടെന്ന് വിചാരിക്കാം. കുറേ വർഷം കഴിഞ്ഞു, ഇയേഴ്സ് ഓഫ് പാസ്റ്റ്, കുറേ വർഷം കഴിഞ്ഞു. ഈ പുതിയ ഫാമിലി സെറ്റപ്പിൽ പുതിയ എത്ര കുട്ടികൾ വന്നാൽ അച്ഛൻ അമ്മേനെ റീപ്ലേസ് ചെയ്യുന്ന വെച്ചാൽ അച്ഛൻ 1, അമ്മ 2, അപ്പോൾ 2 പേരുണ്ടായിരുന്നു. അവരുടെ പഴയ ഫാമിലിനെ അതേപോലെ റീപ്ലേസ്മെന്റ് ലെവൽ എന്ന് ഉദ്ദേശിക്കുന്നത് റീപ്ലേസ് ചെയ്തെടുക്കണമെങ്കിൽ ഏകദേശം 2 കുട്ടികൾ തന്നെ, 2 കിഡ്സ് തന്നെ ഉണ്ടെങ്കിൽ അച്ഛനും അമ്മയ്ക്കും പകരം പുതിയ 2 കുട്ടികൾ ഇനി അങ്ങോട്ട് അടുത്ത ജനറേഷനിലേക്ക് പോവുള്ളൂ. അപ്പോൾ അതിൽ പറയുന്നുണ്ട്
2.1 എന്ന് പറയുന്ന ഒരു ടാർഗറ്റാണ് അതിൽ ഏറ്റവും നല്ലത്. അപ്പോൾ 2 കുട്ടികൾ ആ ഒരു കാൽക്കുലേഷനാണ് വരുന്നത്. അപ്പോൾ 2.1 ഈ റീപ്ലേസ്മെന്റ് ലെവൽ ഓർത്ത് വെക്കുക. പുതിയ ആൾക്കാർ അച്ഛനമ്മ മരിച്ചു, അപ്പോഴും പഴയ കാൽക്കുലേഷനിൽ പഴയ ലെവലിലേക്ക് തിരിച്ചെത്തണമെങ്കിൽ വി ഹാവ് ടു കം ഫോർ 2. 2 പേര് തന്നെ വേണ്ടി വരും. ഇനി ഈ ഫെർട്ടിലിറ്റി റേറ്റ് 2.1 താഴെ ആവുകയാണെങ്കിൽ എന്താണെന്ന് വെച്ചാൽ റീപ്ലേസ്മെന്റ് ലെവൽ കറക്റ്റ് ആയില്ല, അപ്പോൾ അത് ഷ്രിങ്ക് ചെയ്യും. അപ്പോൾ അത് കുട്ടികളില്ലാത്തൊരവസ്ഥ ഉണ്ടാവും. മറിച്ച് 2.1 മുകളിലേക്ക് പോയി കഴിഞ്ഞാലും പ്രശ്നമാണ്, അപ്പോഴും സ്ട്രെയിൻ ആണ്. റിസോഴ്സസ് കുറവല്ലേ, റിസോഴ്സസ് സ്ട്രെയിൻ ആണ്. ഈ ലോകത്ത് താമസിക്കാൻ എല്ലാവർക്കും വളരെ കുറവ് റിസോഴ്സ് അല്ലേ ഉള്ളൂ, പക്ഷെ പോപ്പുലേഷൻ വളരെ കൂടുതലാണ്. അപ്പോൾ പോപ്പുലേഷൻ കൂടുമ്പോൾ റിസോഴ്സസ് കുറവാകുമ്പോൾ എന്താണെന്ന് വെച്ചാൽ വലിയ പ്രശ്നം ഉണ്ടാവും. ഇവിടെ ഉള്ള ആൾക്കാർക്കൊന്നും വേണ്ടത്ര റിസോഴ്സ് കിട്ടാണ്ടാവും. സോ ഈ 2.1 എന്ന് പറയുന്ന റീപ്ലേസ്മെന്റ് ലെവൽ ഫെർട്ടിലിറ്റി റേറ്റ് കീപ്പ് ചെയ്യണം എന്നാണ് മോഹൻ ഭാഗവത് പറയുന്നത്, RSSന്റെ ചീഫ് പറയുന്നത്. അതൊരു പ്രധാനപ്പെട്ട വാർത്ത അവിടെ നമുക്ക് മനസ്സിലാക്കാം. സോ പിന്നെ സാമ്പാൽ അറ്റാക്കിൽ ആൾക്കാർ വന്നു. ഡിപ്ലോമാറ്റ്സ് അജ്മീർ ദർഗയിലും ഇതേപോലെ തന്നെ പള്ളിയാണ്, അത് ശിവന്റെ അമ്പലമാണെന്ന് പറയുന്നുണ്ട്. അപ്പോൾ പഴയ ഡിപ്ലോമാറ്റ്സ് എല്ലാം കത്ത് എഴുതിയിട്ടുണ്ട് പ്രൈം മിനിസ്റ്റർ അടുത്ത്, ഇത് വളരെ സീരിയസ് ആയിട്ട് തന്നെ നിങ്ങൾ കാണേണ്ടതാണെന്ന് പറഞ്ഞൊരു കത്തുണ്ട്. പിന്നെ അടുത്തത് വധവാൻ പോർട്ട് വിൽ ബി ഗെയിം ചേഞ്ചർ ഫോർ ഇന്ത്യ. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, സിവിൽ സർവീസിന് ചോദിക്കാവുന്നൊരു ചോദ്യമാണ്, ശ്രദ്ധിച്ച് കേൾക്കുക. ഒരു പോർട്ടിനെ കുറിച്ചാണ് ഇവിടെ ചർച്ച വരുന്നത്. ആൻഡ് ഏറ്റവും ഇമ്പോർട്ടൻറ്റ്, ദിസ് ന്യൂ വധ്വാൻ ഇസ് എ ഗ്രീൻ ഫീൽഡ് പോർട്ട്, വെരി ഇമ്പോർട്ടൻറ്റ്. ഇപ്രാവശ്യത്തെ സിവിൽ സർവീസ് എക്സാമിന് തന്നെ ചോദിച്ചിരുന്നു, എന്താണ് ഇത്, ഗ്രീൻ ഫീൽഡ് ഇൻവെസ്റ്റ്മെന്റ് ആണോ, ബ്രൗൺ ഫീൽഡ് ആണോ, ഓൾറെഡി എക്സിസ്റ്റിംഗ് ആയിട്ടുള്ളതാണോ, അതോ ഗ്രീൻ പുതിയതായിട്ടുള്ള ഒരു പ്രൊജക്റ്റ് ആണോ? സോ ഓർത്ത് വെക്കുക, വധ്വാൻ പോർട്ട് എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇത് മഹാരാഷ്ട്രയിലാണ് ഈ പോർട്ട് ഉള്ളത്. ഇന്ത്യയുടെ കണ്ടെയ്നർ ട്രേഡ് ഡബിൾ ചെയ്യാനാണ് പ്ലാൻ. അത്രയും വലിയ കപ്പാസിറ്റി ഡബിൾ ചെയ്യാൻ 2034 ആകുമ്പോൾ തന്നെ ഇന്ത്യയുടെ കണ്ടോ, ദിസ് വിൽ ബി ദ വേൾഡ്സ് ടോപ്പ് 10 പോർട്സ് വൺ ദ ഫേസസ് ആർ കംപ്ലീറ്റ് ബൈ 2034. അത്രയും ഇത് ചെയ്തിരിക്കുന്നത് JNP ആണ്, JNPA, ജവഹർലാൽ നെഹ്റു പോർട്ട് അതോറിറ്റിയും അവിടുത്തെ മുംബൈ മഹാരാഷ്ട്ര മാരിടൈം ബോർഡും കൂടെ ചേർന്നിട്ടാണ് ഇങ്ങനെ ഒരു പോർട്ട് കൊണ്ടുവരുന്നത്. അത് ഗ്രീൻഫീൽഡ് ആണ്, പുതിയതാണെന്ന് ഓർത്ത് വെക്കി, പുതിയ പ്രൊജക്റ്റ് ആണ്. അപ്പോൾ ഇന്ത്യയുടെ കപ്പാസിറ്റി ഡബിൾ ദ കണ്ടെയ്നർ കപ്പാസിറ്റി. ഇന്നത്തെക്കാട്ടും ട്രേഡിൽ നമ്മുടെ കണ്ടെയ്നർ കപ്പാസിറ്റി ഇന്നത്തേക്കാട്ടും ഇരട്ടിയാക്കാൻ വേണ്ടിയാണ് ഇങ്ങനൊരു ഈ പോർട്ട് കൊണ്ടുവരുന്നത്, വധവാൻ പോർട്ട് കൊണ്ടുവരുന്നത്. ഇതിന് ഏറ്റവും വലിയ പ്രത്യേകത ഉണ്ടോ, 91 കൊണ്ടുവന്നതാണ്, പക്ഷെ ഇപ്പോഴാണ് റിയാലിറ്റി ആകാൻ പോകുന്നത്. ഏകദേശം 30 വർഷത്തിന് മുകളിലായി, 32 വർഷത്തിന് മുകളിലായി, പക്ഷെ ഇപ്പോഴാണ് അങ്ങനെ ഒരു സംഭവം വരാൻ പോകുന്നത്. സോ പ്ലീസ് അണ്ടർസ്റ്റാൻഡ്, ഇതിനകത്ത് മനസ്സിലാക്കേണ്ട വേറൊരു കാര്യമുണ്ട്. ട്രേഡിന്റെ സ്റ്റാറ്റിസ്റ്റിക്സിനെക്കാട്ടും കൂടുതൽ വാട്ട് ഈസ് ദ ഇമ്പോർട്ടൻസ് ഓഫ് ദിസ് പോർട്ട്. ഈ പോർട്ട് എന്ന് പറയുന്നത് എവറിത്തിങ് ഇസ് ഇൻ ദ സീ. 10 കിലോമീറ്റർ ഓഫ് ഷോർ ആണ് ഈ പോർട്ട് വരുന്നത്. 10 കിലോമീറ്റർ ഓഫ് ഷോറിലാണ് വരുന്നത്. ഇവിടെയാണിതെങ്കിൽ 10 കിലോമീറ്റർ ഇപ്പുറത്താണ് പോർട്ട് വരുന്നത്. അതുകൊണ്ട് തന്നെ ഇവിടെ കൺസ്ട്രക്ട് ചെയ്യുമ്പോൾ ഇത് കരയിലല്ലാത്തതുകൊണ്ട് തന്നെ ഡിസ്പ്ലേസ്മെന്റ് ഇല്ല, ആരെയും ഒഴിവാക്കണ്ട, ഫ്ലഡിങ് ഇല്ല, ലാൻഡ് അക്വിസിഷൻ ഇല്ല, എൻവയോൺമെന്റൽ ക്ലിയറൻസ് ഒന്നുമില്ല. നമ്മൾ ഇവിടെ തന്നെ പോർട്ട് ഉണ്ടാക്കുമ്പോഴാണല്ലോ ഇവിടെ താമസിക്കുന്ന ആൾക്കാരെ വേറെ എവിടെയെങ്കിലും മാറ്റി പാർപ്പിക്കണം, ഇവർക്ക് വീട് കൊടുത്തോന്ന് ഉറപ്പ് വരുത്തണം, എൻവയോൺമെന്റ് കറക്റ്റ് ആണെന്ന് ചെക്ക് ചെയ്യണം. ഇവിടെ അങ്ങനെയൊന്നുമില്ല. 10 കിലോമീറ്റർ 10 കിലോമീറ്റർ ഓഫ് ഷോറിലാണ് ഈ പോർട്ട് ഉള്ളത്. അപ്പോൾ അതുകൊണ്ട് തന്നെ അവിടെ ആൾക്കാരെ ഒന്നും മാറ്റണ്ട, അത് അവിടെ ഇരിക്കുന്നുണ്ട്. ഇത്രയും ദൂരം കടലിലായതുകൊണ്ട് പ്രശ്നമില്ല. അപ്പോൾ ഈ പോർട്ടും നിങ്ങൾ വളരെ കൃത്യമായിട്ട് ഓർത്ത് വെക്കുക. ഇറ്റ്സ് വധവൻ പോർട്ട് ലിമിറ്റഡ്, VPPL, a joint venture between JNPA, ജവഹർലാൽ നെഹ്റു പോർട്ട് അതോറിറ്റി ആൻഡ് MMB. ഇതും പരീക്ഷയ്ക്ക് ചോദിക്കാം. ഇവർ രണ്ടുപേരും കൂടെ ചേർന്നിട്ടാണ് ഈ പോർട്ട് കൊണ്ടുവരുന്നത്, കണ്ടെയ്നർ ഡബിൾ ആക്കാൻ വേണ്ടി. സോ റിമെമ്പർ ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് പോയിന്റ്സ്, ഓർത്ത് വയ്ക്കുക. പിന്നെ അടുത്തത് പൊളിറ്റിക്കൽ വാർത്തകളാണ്. ആഞ്ചല മാർക്കലിൻ്റെ ബുക്കുണ്ട്, പഴയ ജർമ്മൻ പ്രൈം മിനിസ്റ്ററാണ്, ജർമ്മൻ ചാൻസലറാണ്, അവരിറക്കിയ പുസ്തകമാണ്. ഈ പുസ്തകത്തിൻ്റെ കുറിച്ച് ഇതിനകത്ത് നരേന്ദ്രമോദിയെക്കുറിച്ചിട്ടും മൻമോഹൻ സിംഗിനെ കുറിച്ചിട്ടും വളരെ ഇതായിട്ട് പറയുന്നുണ്ട്. പക്ഷെ ഇതിനകത്ത് പറയുന്നൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ, ആഞ്ചല മെർക്കൽ പറയുന്ന കാര്യം, മോഡിയുടെ കാലഘട്ടത്തിൽ ഒരുപാട് കമ്മ്യൂണൽ ക്ലാഷസ് നടന്നു എന്ന് പറയുന്നുണ്ട്. റിലീജിയസ് ഇൻടോളറൻസ് ഇന്ത്യയിൽ വളരെ കൂടുതലാണെന്നാണ് ഈ ബുക്ക് പറയുന്നത്. ഇന്ത്യയിലെ മതത്തിൻ്റെ പേരിലുള്ള മതത്തിന് ഇൻടോളറൻസ് ഭയങ്കര ഹൈ ആണ്. എസ്പെഷ്യലി ക്രിസ്ത്യൻസ് ആൻഡ് മുസ്ലിംസിൻ്റെ അവസ്ഥ വളരെ മോശമാണെന്നാണ് ഈ ബുക്ക് പറയുന്നത്. അതിന് ഈ ബുക്ക് എങ്ങനെയാണ് സ്വീകരിക്കാൻ പോകണമെന്ന് എനിക്കറിയില്ല. അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ പറയുന്നുണ്ട്. ഫോളോയിങ് ബാക്കി കാര്യങ്ങൾ പറയുന്നുണ്ട്. ബുക്കിൻ്റെ പേര് 600 പേജ് ഓട്ടോബയോഗ്രഫിയാണ്, ഫ്രീഡം മെമ്മോയേഴ്സ് 1954 to 2021. മൻമോഹൻ സിംഗിനെ കുറിച്ചിട്ടും മോഡിയെ കുറിച്ചും പറയുന്നുണ്ട്.
2 പ്രൈം മിനിസ്റ്റേഴ്സ് നല്ല പ്രൈം മിനിസ്റ്റേഴ്സ് ആണ്, നല്ല എക്കണോമിക് ഗ്രോത്തിന് വേണ്ടി വർക്ക് ചെയ്ത ആൾക്കാരാണ്. പക്ഷേ ഇന്ത്യയിൽ ഒരുപാട് ഇൻടോളറൻസ് ഉണ്ടെന്നാണ്, മതത്തിന്റെ പേരിൽ ഒരുപാട് ഇൻടോളറൻസ് ഉണ്ടെന്നും കൂടെ ഈ ബുക്കിനകത്ത് പറയുന്നുണ്ട്. അതാണ് ഇതിനകത്ത് മെയിനായിട്ട് പറയേണ്ട മറ്റു കാര്യങ്ങൾ. പിന്നെ ഇതൊരു പ്രധാനപ്പെട്ട വാർത്തയാണ്, പക്ഷേ ഒരു ഹിസ്റ്ററിയിൽ നമുക്ക് എടുക്കാൻ പറ്റുന്നതാണ്. നമ്മുടെ വൈസ് പ്രസിഡന്റ് പറയുന്ന പ്രധാനപ്പെട്ട കാര്യമാണ്, ഫ്രീഡം സ്ട്രഗിൾ ഹാസ് മെനി അൺസങ് ഹീറോസ്. നമ്മൾ ബുക്കിലൊന്നും വായിക്കാത്ത അല്ലെങ്കിൽ ചരിത്രത്തിൽ ഇടം നേടാത്ത ഒരുപാട് പ്രധാനപ്പെട്ട നേതാക്കളുണ്ട്. നമ്മൾ ഇവരെക്കുറിച്ചൊന്നും ഓർക്കാറേ ഇല്ല. നമ്മളിപ്പോഴും കുറച്ച് പേരുകളാണ് ഓർക്കുന്നത്. അത്തരത്തിലുള്ള ഒരുപാട് ആൾക്കാരുടെ പേര് നമ്മൾ ഓർക്കണം എന്നാണ് ഇവിടെ പറയുന്നത്. സോ അതിലെടുത്തു പറയേണ്ടത് 138ാമത്തെ ബർത്ത് ആനിവേഴ്സറി ആണ് മഹേന്ദ്ര പ്രതാപ്, രാജ മഹേന്ദ്ര പ്രതാപ്. വെരി വെരി ഇമ്പോർട്ടൻറ്റ്. നമ്മുടെ മോഡേൺ ഇന്ത്യയുടെ ബുക്കിലുണ്ട് ഇദ്ദേഹത്തിനെ കുറിച്ചിട്ട്. സോ 75ാം ഇൻഡിപെൻഡൻസിൽ നമ്മൾ ഇത്തരത്തിലുള്ള ആൾക്കാരെ കുറിച്ച് നമ്മൾ പഠിക്കാറില്ല. രാജ മഹേന്ദ്ര പ്രതാപ് വാസ് എ ഫ്രീഡം ഫൈറ്റർ. ഹി വാസ് ദ പ്രസിഡന്റ് ഓഫ് പ്രൊവിൻഷ്യൽ ഗവൺമെന്റ് ഓഫ് ഇന്ത്യ. വെരി ഇമ്പോർട്ടൻറ്റ്. ഫസ്റ്റ് വേൾഡ് വാറിലും കാബൂളിലും ഇത് വളരെയധികം വർക്ക് ചെയ്ത ഒരാളാണ്. പ്രൊവിഷണൽ ഗവൺമെന്റ് ഓഫ് ഇന്ത്യ, അങ്ങനെ ഒരു പ്രൊവിഷണൽ ഗവൺമെന്റ് ഉണ്ടാക്കിയിരുന്നു. ആ പ്രൊവിഷണൽ ഗവൺമെന്റിന്റെ പ്രസിഡന്റ് ആയിരുന്നു രാജ മഹേന്ദ്ര പ്രതാപ് എന്നുള്ളത്. അപ്പോൾ അതൊക്കെ ഓർത്ത് വെക്കുക. അപ്പോൾ അദ്ദേഹത്തിനെ കുറിച്ചിട്ട് നമ്മൾ മോഡേൺ ഇന്ത്യയിൽ കുറച്ചും കൂടെ കൂടുതൽ പഠിക്കുക എന്നുള്ളതാണ് ഇവിടെ ഏറ്റവും കൂടുതൽ പറയാനുള്ളത്. ഓക്കെ, സോ ഇദ്ദേഹത്തിന്റെ ഒരു പൊസിഷനും കൂടെ നമുക്ക് ചില ആൾക്കാർ, ഇത് ഹിസ്റ്ററിയുടെ കറണ്ട് അഫയർ ആയിട്ട് വന്നിരിക്കുകയാണ്. സോ വി ഷുഡ് ബി ലേണിംഗ് ദാറ്റ്. അടുത്ത പ്രധാനപ്പെട്ട വാർത്ത എന്ന് പറയുന്നത് ഇലക്ഷന്റെ പ്രധാനപ്പെട്ട ഒരു വാർത്തയാണ്. ഇത് വരും ദിവസങ്ങളിൽ വലിയ ചർച്ച. ഇനിയിപ്പോൾ ഇതിപ്പോൾ 2ാമത്തെ ഡിസംബർ 2 നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ഡിസംബർ 3 ഇതിനെക്കുറിച്ച് വലിയ വാർത്ത വന്നിട്ടുണ്ട്. അതായത് കോടതി പറയാണ്, ഒരു പോളിംഗ് സ്റ്റേഷൻ, ഇതൊരു പോളിംഗ് സ്റ്റേഷൻ ആണെന്ന് പറയാം. ഈ പോളിംഗ് സ്റ്റേഷനിൽ സാധാരണ രീതിയിൽ 1200 പേരെ നമുക്ക് ഇലക്ഷൻ വോട്ടിങ്ങിന് നമുക്ക് ഇടാൻ പറ്റും. 1200 മുതൽ 1500 വരെ നമുക്ക് ഇടാൻ പറ്റും. അതാണ് സാധാരണ ഇതിൻ്റെ രീതി എന്ന് പറയുന്നത്. അപ്പം ഇനി പ്രധാനപ്പെട്ട കാര്യം പറയാൻ പോവാണ്, പോളിംഗ് സ്റ്റേഷൻ്റെ കപ്പാസിറ്റി ഇലക്ഷൻ കമ്മീഷൻ കൂട്ടാൻ പോവാണ്. ഇൻക്രീസ് ദ നമ്പർ ഓഫ് വോട്ടേഴ്സ് ഫോർ പോളിംഗ് സ്റ്റേഷൻ. 1200 അല്ല, ഒരു പോളിംഗ് സ്റ്റേഷനിൽ 1500 പേര് വരെ നമുക്ക് ഇലക്ഷൻ ഇടാം. ഈ സ്റ്റേഷൻ, അതായത് ഇങ്ങനൊരു സ്റ്റേഷൻ ഉണ്ട്. ഈ സ്റ്റേഷനിൽ, ഇതൊരു സ്റ്റേഷനാണെന്ന് വിചാരിക്കുക. ഈ സ്റ്റേഷനിൽ സാധാരണ 1200 പേരല്ല, ഇനി 1500 വോട്ടർമാരെ അക്കോമഡേറ്റ് ചെയ്യണം എന്നാണ് പറയുന്നത്. ഇത്രയും ആൾക്കാരെയും കൂടെ ഇതിനകത്ത് അക്കോമഡേറ്റ് ചെയ്യണം. അപ്പോൾ എന്ന് വെച്ചാൽ കുറേ ആൾക്കാർക്ക് ഇവിടെ തന്നെ വോട്ടിങ്ങിന് വരാം, അടുത്തുള്ള സ്ഥലങ്ങളിൽ വരാം. ഇലക്ഷൻ കമ്മീഷൻ ഓരോ പുതിയ സ്റ്റേഷൻ എടുക്കേണ്ട. പോളിംഗ് സ്റ്റേഷൻ ഇവിടെ മാക്സിമം കപ്പാസിറ്റി കൊടുക്കുകയാണല്ലോ. അതായത് ഇത്രയും മനസ്സിലാക്കിയാൽ മതി. സാധാരണ ഒരു ക്ലാസ്സിൽ നമ്മൾ പറയില്ല, നമ്മൾ സിവിൽ സർവീസിൻ്റെ ക്ലാസ് ഓഫ്ലൈനൊക്കെ എടുക്കുമ്പോൾ ഒരു ക്ലാസ്സിൽ 150 വരെ നമുക്ക് കൊള്ളിക്കാം എന്നാണ് നമ്മൾ പറയുക എന്ന് വിചാരിക്കുക. നാളെ മുതൽ പറയുകയാണ്, മാനേജ്മെൻറ്റ് ഡിസിഷനാണ്, ഒരു ക്ലാസ്സിൽ 150 കുട്ടികളല്ല 250 കുട്ടികൾ ഇരുന്നോട്ടെ. അപ്പോൾ എന്താണെന്ന് വെച്ചാൽ അത്രയും ആൾക്കാരെ ഒരേ സമയത്ത് നമുക്ക് ഹാൻഡിൽ ചെയ്യാമല്ലോ. അപ്പോൾ ഇതാണ് ഇനി വരും ദിവസങ്ങളിൽ വളരെയധികം ചർച്ചയാകാൻ പോകുന്ന ഒരു വാർത്തയാണത്. സോ നമുക്ക് ഇനി വരും ദിവസങ്ങളിൽ ഇത് ഫോളോ അപ്പ് ചെയ്യാം. അഗെയിൻസ്റ്റ് EVM ഹാക്കർ, പോലീസ് കംപ്ലൈൻറ്റ് എടുത്തിട്ടുണ്ട്. EVM ഹാക്കർ, the complaint Maharashtra, the claims made by accused Syed were false and ഇങ്ങനെ പറയുന്നുണ്ട് that he could hack. ശരിക്കും അടുത്ത വലിയൊരു ചോദ്യമാണ് നമ്മുടെ ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീൻ. കഴിഞ്ഞ പ്രാവശ്യം ഒരു കേസ് കൊടുത്തല്ലോ, ഒരു ഇവാഞ്ചലിസ്റ്റ് കേസ് കൊടുത്തിരുന്നു. EVM ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീൻ വേണ്ട, നമുക്ക് പേപ്പർ ബാലറ്റ് മതിയെന്നില്ലേ, നമുക്ക് തിരിച്ച് പേപ്പറിലേക്ക് തന്നെ പോവാം എന്നാണ് പറയുന്നത്. അപ്പോൾ EVM നമുക്കൊരു മെഷീൻ ആണെങ്കിൽ, ഇതൊരു ഇലക്ട്രോണിക് ഒരു ഡിവൈസ് ആണെങ്കിൽ ഇത് ഹാക്ക് ചെയ്യാൻ പറ്റില്ല എന്ന് പലപ്പോഴും ചോദിക്കാറുണ്ട്. ഇടയ്ക്കിടയ്ക്ക് ഇലക്ഷൻ കമ്മീഷൻ ഹാക്കത്തോൺ വയ്ക്കാറുണ്ട്, നിങ്ങൾ ഹാക്ക് ചെയ്ത് കാണിക്കുന്ന പറയാറുണ്ട്. പക്ഷെ ഇത് ഹാക്ക് ചെയ്യാൻ പറ്റില്ല എന്നാണ് പറയുന്നത്. ഈ അടുത്ത ഒരാൾ പറഞ്ഞു, EVM ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീൻ വേണമെങ്കിൽ ഞങ്ങൾ ഹാക്ക് ചെയ്ത് കാണിക്കാനില്ലേ. അപ്പോൾ അതും ഇതിനകത്ത് മനസ്സിലാക്കേണ്ട കാര്യമാണ്. അപ്പോൾ അതും ഒരു വാർത്തയാണ്, കേസ് എടുത്തിട്ടുണ്ട്. പിന്നെ പ്രധാനപ്പെട്ട വാർത്ത 40 years ഓഫ് ഭോപ്പാൽ ഗ്യാസ് ട്രാജഡി. ഇത് വളരെ സങ്കടമുള്ള ഒരു കാര്യമാണ്. നിങ്ങളെല്ലാം കേട്ടിട്ടുണ്ടാവും ഭോപ്പാൽ ഗ്യാസ് ട്രാജഡി, MIS, മീഥൈൽ ഐസോസൈനേറ്റ് എന്ന് പറയുന്ന ഇത് റിലീസായി. എത്രയോ ആൾക്കാർ ഈ ഒരു ട്രാജഡിയിൽ ഈ ടോക്സിക് ഇത് കാരണം എത്ര ആൾക്കാർ മരിച്ചെന്നില്ലേ. പക്ഷേ ഏറ്റവും രസമുള്ള ഒരു കാര്യം, വളരെ സങ്കടകരമായ ഒരു കാര്യം, ഇറ്റ്സ് ദ മോസ്റ്റ് സാഡസ്റ്റ് തിങ്, ഈവൻ ആഫ്റ്റർ 40 years ഓഫ് ഭോപ്പാൽ ഗ്യാസ് ട്രാജഡി ഇതിൻ്റെ ബാക്കിയുള്ള ടോക്സിക് വേസ്റ്റ് കാറ്റഗറൈസ് ചെയ്ത് അവിടെ സ്റ്റോറിലും ഇതിലൊക്കെ അടച്ചുവിട്ടിട്ടുണ്ട്. മെർക്കുറി, അങ്ങനെ സോയില് ഡംപ്, അങ്ങനെ കുറേ കാര്യങ്ങൾ മാറ്റി വെച്ചിട്ടുണ്ട്. ഈ ടോക്സിക് വേസ്റ്റ് ഇപ്പോഴും റിമൂവ് ചെയ്തിട്ടില്ല. സോ ഒന്ന് ആലോചിച്ച് നോക്കൂ, ജസ്റ്റ് ഇമാജിൻ 40 years ആഫ്റ്റർ ഭോപ്പാൽ ഗ്യാസ് ട്രാജഡി ദ ടോക്സിക് വേസ്റ്റ് ഇസ് സ്റ്റിൽ റിമൈനിങ്. മെർക്കുറി കണ്ടാമിനേഷൻ, വേസ്റ്റ് ഡംപ്, കണ്ടാമിനേറ്റഡ് സോയിൽ, ഇപ്പോഴും ഇത് ഹാൻഡിൽ ചെയ്തിട്ടില്ല. ഗവൺമെൻറ് ആണെങ്കിൽ ഓൾറെഡി ഒരുപാട് ഫണ്ടൊക്കെ വാങ്ങിയിട്ടുണ്ട് ഇതിനു വേണ്ടി, പക്ഷെ എന്നിട്ടും ഈ ഗ്യാസ് റിമൂവ് ചെയ്യുന്നില്ല. ഇപ്പോഴും അവിടുത്തെ ആൾക്കാർ ഇതിൽ റിസ്ക് ഉണ്ടെന്നാണ് പറയുന്നത്.
കണ്ടോ, ഇതിൽ ആലോചിച്ചാൽ മതി. 337 tons of toxic waste. Factory premise contains 11 lakh tons of contaminated soil, 1 ton of mercury, 150 tons of underground dumps. ഇപ്പോഴും അവിടെ ഇരിപ്പുണ്ട്. ഇത് ഇതുവരെ ഒന്നും ചെയ്തിട്ടില്ല. സോ അത് വളരെ ഡേഞ്ചറസ് ആയിട്ടൊരു കാര്യം കൂടാണ്. അപ്പോൾ എന്താണ് ചെയ്യാൻ പറ്റുക എന്നുള്ളത് ഓൾറെഡി ഗവൺമെൻറ് കുറേ കമ്മിറ്റി കാര്യങ്ങളൊക്കെ തീരുമാനിച്ചിട്ടുണ്ട്. പക്ഷേ ഇതിപ്പോഴും അവിടെ ഇരിക്കുകയാണ്. നാഷണൽ ഗ്രീൻ ട്രിബ്യൂണലും ഇതിനെതിരെ ആക്ഷൻ എടുത്തിട്ടുണ്ട്, NGT. പക്ഷേ അവിടെ ഇരിക്കുകയാണ് ഇപ്പോഴും. അവിടുത്തെ വെള്ളം കാര്യങ്ങൾ, അവിടുത്തെ ആൾക്കാർക്കൊക്കെ ഒരുപാട് അസുഖം വന്നിട്ടുണ്ട്. സോ മെർക്കുറി ഇതിന് പ്രശ്നമല്ലേ, മെർക്കുറി പൊല്യൂഷൻ ഉണ്ട്, സോയിൽ പൊല്യൂഷൻ ഉണ്ട്, അതേപോലെ ഗ്രൗണ്ട് വാട്ടറിൻ്റെ പ്രശ്നമുണ്ട്, അവിടുത്തെ വെള്ളത്തിന് ഇഷ്യൂ ഉണ്ട്. അതേപോലെ കെമിക്കൽസും, വെള്ളത്തിലൂടെ ഒരുപാട് കെമിക്കൽസും പോകുന്നുണ്ട്. അതും ഇവിടെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. കെമിക്കൽസിൻ്റെ കാര്യം ഇതിൽ വളരെ എടുത്ത് പറയുന്നുണ്ട്. ഇപ്പോൾ ഉദാഹരണത്തിന് കെമിക്കൽ ലെക്ടേറ്റ് ഒക്കെ പ്രശ്നമാണ്. കെമിക്കൽസ് വരുന്നതൊക്കെ ഇഷ്യൂ ആണ്. അപ്പോൾ ഇതിന് എന്ത് തീരുമാനം എടുക്കാൻ പറ്റും എന്ന് വരും ദിവസങ്ങളിൽ ചർച്ച ചെയ്യണം. NGT പോലത്തെ നാഷണൽ ഗ്രീൻ ട്രിബ്യൂണലൊക്കെ ഇടപെട്ടിട്ടുണ്ട്. ബട്ട് ഇൻ ദ ഡേയ്സ് ടു കം വി ഷുഡ് ഹാവ് എൻ ഐഡിയ ഓൺ ദാറ്റ്. അടുത്ത പ്രധാനപ്പെട്ട വാർത്ത HIV ഇൻഫെക്ഷനെ കുറിച്ചിട്ടാണ്. HIV നമുക്കറിയാം, ഹ്യൂമൻ ഇമ്മ്യൂണൽ വൈറസ്, മറ്റേ HIV AIDS എന്നൊക്കെ പറയുന്ന പോലെ ഇൻഫെക്ഷൻസ് വളരെയധികം കുറഞ്ഞിട്ടുണ്ടെന്നാണ്, HIV കുറഞ്ഞിട്ടുണ്ടെന്നാണ് പറയുന്നത്. അപ്പോൾ അതിനകത്ത് ഒരുപാട് സ്റ്റാറ്റിസ്റ്റിക്സ് പറയുന്നുണ്ട്. ഓൾറെഡി 44% കുറഞ്ഞിട്ടുണ്ട് HIV ഇൻഫെക്ഷൻസ് 44% കുറഞ്ഞിട്ടുണ്ട്. വളരെ അധികം വലിയൊരു നമ്പറാണ്. 2010 ഫിഗർ വെച്ച് നോക്കുമ്പോൾ ഏകദേശം ഇത്രയും വർഷം കൊണ്ട് 44% ഈ HIV ഇൻഫെക്ഷൻ കുറഞ്ഞിട്ടുണ്ട്. 79% HIV കാരണമുള്ള മരണവും കുറഞ്ഞിട്ടുണ്ട്, ഡെത്തും കുറഞ്ഞിട്ടുണ്ട്. പണ്ടൊരു സമയത്ത് ഭയങ്കര ഡേഞ്ചറസ് ആയിരുന്നില്ലേ, AIDS വരുമോ അല്ലെങ്കിൽ HIV വരുന്നു. സോ ഇതും വളരെയധികം കുറഞ്ഞിട്ടുണ്ട്. സോ ഇതിനകത്ത് എടുത്തു പറയുന്ന കാര്യം വേറൊന്നുമല്ല, HIV സ്റ്റേറ്റ്സും വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് പറയുന്നുണ്ട്. ആൻഡ് ഓൾസോ സം ടാർഗറ്റ് പ്രോഗ്രാം. പണ്ട് ഇതിന് ടാർഗറ്റഡ് പ്രോഗ്രാം എന്ന് പറയുന്നത് ഇങ്ങനെയായിരുന്നു. HIV ടാർഗറ്റ് പ്രോഗ്രാം എന്ന് പറയുന്നത് 90-90-90 എന്നാണ് അങ്ങനെ പറയുന്നത്. എന്താണ് ഈ 90-90-90? ഉദ്ദേശം വേറൊന്നുമല്ല, ഡിറ്റക്ട് 90 ഡിറ്റക്ട് ചെയ്യുന്നുണ്ട്, ഇത് അത്രയും ട്രീറ്റ്മെൻറ്റ് ചെയ്യുന്നുണ്ട്, ഇത്രയും വൈറൽ ലോഡ് സപ്രസ് ചെയ്തിട്ടുണ്ട്. ഡിറ്റക്ഷൻ 90, ട്രീറ്റ്മെൻറ്റ് 90 ആണ്. പക്ഷെ ഇപ്പോൾ പതുക്കെ 95 ആയിട്ട് HIV കാര്യങ്ങൾ മാറ്റുന്നുണ്ട്. അപ്പോൾ ഡിറ്റക്ഷൻ, ട്രീറ്റ്മെൻറ്റ്, വൈറൽ ലോഡ് സപ്രഷനൊക്കെ 90 എന്ന് മാറി ടാർഗറ്റ് 95 എത്തിയിട്ടുണ്ട്. അപ്പോൾ അതും വളരെ പ്രധാനപ്പെട്ടാണ്. പിന്നെ സ്റ്റേറ്റ്സ്, ഏറ്റവും കൂടുതൽ HIV ഉള്ള സ്റ്റേറ്റ്സ് ഓർത്ത് വെക്കണം: മിസോറാം, നാഗാലാൻഡ് ആൻഡ് മണിപ്പൂർ, ഫോളോഡ് ബൈ പഞ്ചാബ്. അപ്പോൾ ആലോചിക്കും, നോർത്ത് ഈസ്റ്റ് സ്റ്റേറ്റ്സിൽ നിങ്ങൾ മിസോറാം, നാഗാലാൻഡ്, മണിപ്പൂർ, പഞ്ചാബിൽ നോക്കുമ്പോൾ HIV ഭയങ്കര ഹൈ ആണെന്നാണ് പറയുന്നത്. സൗത്ത് ഇന്ത്യൻ സ്റ്റേറ്റ്സ് എടുത്ത് നോക്കുമ്പോഴും നമുക്ക് കാണാൻ പറ്റും ഏറ്റവും കൂടുതൽ ആന്ധ്രാപ്രദേശ്, കർണാടക, തെലുങ്കാന, കേരള ഇല്ല. കേരള, തമിഴ്നാട് ഇതിനകത്ത് പറയുന്നില്ല. ഈ പറയുന്ന സ്റ്റേറ്റിലെ നാഷണൽ ആവറേജിനെക്കാട്ടും കൂടുതലാണ് HIV പ്രിവലൻസ്. നാഷണൽ ആവറേജ് 0.2% ആണ്. ആന്ധ്ര, കർണാടക, തെലുങ്കയിൽ ഇത് ഓൾമോസ്റ്റ് 0.4% ആണ്, വിച്ച് ഇസ് ഓൾമോസ്റ്റ് അബവ് ദി നാഷണൽ ആവറേജ്. ഇതും സൗത്ത് ഇന്ത്യൻ സ്റ്റേറ്റ്സ് ആണ്. കണ്ടോ, ഇതിനകത്ത് കോമ്പിനേഷൻ ഉണ്ട്. 90-90-90 ടാർഗറ്റ് കോമ്പാറ്റിംഗ് എയ്ഡ്സിനെ ഇപ്പോൾ 95-95 ആയിട്ട് കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പോൾ ഇത്രയും കാര്യങ്ങളിലൂടെ നമുക്കിവിടെ മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട്. സോ പ്ലീസ് റിമെമ്പർ, അതാണ് ഇതിനകത്ത് പ്രധാനപ്പെട്ട വാർത്ത. പിന്നെ അടുത്തത്, ജാർഖണ്ഡ്, ബംഗാൾ ഡിസ്കസസ് പൊട്ടറ്റോ സപ്ലൈ ഇഷ്യൂ. ഇപ്പോൾ കഴിഞ്ഞ കുറേ ദിവസമായിട്ട് ജാർഖണ്ഡ് മാത്രമല്ല, ഇപ്പോഴത്തെ ഒഡീഷയുണ്ട്. ഒഡീഷയും പരാതി പറയുന്നുണ്ട്, ബംഗാളിൽ നിന്ന് ഒരുപാട് പൊട്ടറ്റോ പോകുന്നുണ്ട്. സോ ഇറ്റ്സ് ലൈക്ക് ദിസ് ഇസ് ബംഗാൾ. ഇവിടെ നിന്ന് ഒരുപാട് സ്ഥലത്തേക്ക് പൊട്ടറ്റോ പോകുന്നുണ്ട്. ഈ പല ഇഷ്യൂസ് കാരണം പൊട്ടറ്റോ ഇവിടെ എത്തുന്നില്ല, ജാർഖണ്ഡിലും ഇവിടെയൊക്കെ. സോ ബംഗാൾ മീറ്റ് 60% ഓഫ് ജാർഖണ്ഡ്സ് പൊട്ടറ്റോ ഡിമാൻഡ്. ഈ പൊട്ടറ്റോ ഷോർട്ടേജ് ഉണ്ടാവുകയാണ്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ സാധാരണക്കാർക്ക് പൊട്ടറ്റോ കിട്ടുന്നില്ല. അപ്പോൾ അതാണ് ഇവിടെ നമ്മൾ എടുത്ത് നോക്കേണ്ടത്. ആ ഒരു ഇഷ്യൂ ആണ് പറയുന്നത്. ഉരുളക്കിഴങ്ങ് കിട്ടുന്നില്ല എന്നാണ് പറയുന്നത്. പിന്നെ സെൻറ്റർ വർക്കിംഗ് ഓൺ നാഷണൽ പോളിസി ഡോക്യുമെന്റ് ഓൺ ഫീമെയിൽ ലേബർ ഫോഴ്സ് പാർട്ടിസിപ്പേഷൻ. ഈ സ്ത്രീകൾ, ഫീമെയിൽ ലേബർ ഫോഴ്സ് എന്ന് പറയുമ്പോൾ ഓരോ ജോലികളാണെന്ന് വിചാരിക്കുക. ഇതെല്ലാം പലതരം ജോലികളാണ്. ഈ ജോലികളിലെല്ലാം വിമൻ ഫോക്ക്, സ്ത്രീകൾ ഈ ജോലികളിലെല്ലാം പാർട്ടാകണം. അല്ലെങ്കിൽ ഇനിയും ലേബർ ഫോഴ്സ് എന്ന് പറയുമ്പോൾ ജോലി ചെയ്യാനുള്ള ഫോഴ്സ്. ഇറ്റ്സ് ദ നമ്പർ ഓഫ് പീപ്പിൾ ഹു ആർ റെഡി ടു എൻഗേജ് ഇൻ എ വർക്ക് ആൻഡ് അക്കംപ്ലിഷ് എ പ്രൊഡക്റ്റീവ് ടാസ്ക്. ആ ടാസ്ക് ചെയ്യുന്നതിൽ ആണുങ്ങളെക്കാട്ടും പെൺകുട്ടികളും സ്ത്രീകളും ഇതിൽ മുന്നോട്ട് വരണം. ഓരോ ജോലിയിലും, പല ടൈപ്പ് ജോലികളാണെങ്കിലും ഇതിലും സ്ത്രീകൾ വരണം എന്നാണ് പറയുന്നത്. പക്ഷെ ഇങ്ങനെ വരണമെങ്കിൽ പ്രധാനപ്പെട്ട ഒരു കാര്യം, സ്ത്രീകൾക്ക് ഏറ്റവും വലിയൊരു ചലഞ്ച് പറയുന്നത് ചിൽഡ്രൻ ആണ്, കുട്ടികളാണ്. ഇവർക്ക് പലപ്പോഴും കല്യാണം, ഏർലി മാരേജ് കഴിഞ്ഞ് കുട്ടികളായി കഴിയുമ്പോൾ
ഈ കുട്ടികളെ ടേക്ക് കെയർ ചെയ്യാൻ വേണ്ടിയാണ് എല്ലാവരും ലേബർ ഫോഴ്സ് പാർട്ടിസിപ്പേഷനിലേക്ക് സ്ത്രീകൾ വരുന്നില്ല. കുട്ടികളെ നോക്കണം എന്ന് പറയുന്നതാണ്. അപ്പോൾ പലതിനും പറയുന്നുണ്ട്, ജോലി സ്ഥലങ്ങളിൽ കുട്ടികളെ നോക്കാനുള്ള ക്രഷുകൾ ഉണ്ടാവണം, കുട്ടികളെ നോക്കാനുള്ള ചൈൽഡ് കെയർ ഫെസിലിറ്റീസ് കൊടുക്കണം എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെ അങ്ങനെ നമ്മളൊരു ഓഫീസിൽ വർക്ക് ചെയ്യാണ്. ജസ്റ്റ് ഐ സ്റ്റിൽ റിമെമ്പർ, കേട്ടിട്ടുണ്ട്, വളരെ ഫേമസ് ആയിട്ടുള്ള ഓഫീസറിന്റെ പേര് ഞാൻ പറഞ്ഞത്, ഒരു IAS ഓഫീസറിനെ കുറിച്ച് പറയുന്നുണ്ട്. അവർക്ക് ഓൾറെഡി ചെറിയൊരു കുട്ടി ഉണ്ടായിരുന്നു. അപ്പോൾ അവർ അക്കാഡമിയിൽ പഠിക്കാൻ വരുമ്പോൾ ആ ചെറിയ കുട്ടീനെ കൊണ്ടാണ് വരുന്നത്. ആ കുട്ടീനെ അവിടെ ചെറിയൊരു ക്രഷ് പോലെ ആക്കിയിട്ട് ആ കുട്ടീനെ അവിടെ ഇരുത്തിയിട്ട് കളിപ്പിച്ചിട്ട് ക്ലാസ്സിൽ വന്ന് ക്ലാസ് അറ്റൻഡ് ചെയ്യും, ഇടയ്ക്ക് പുറത്ത് പോയി പിന്നെയും കുട്ടീനെ നോക്കും. അങ്ങനെ കുട്ടീനെ നോക്കിയിട്ടാണ് അവർക്ക് IAS കിട്ടിയിട്ടുള്ളത്. സോ നമ്മുടെ ചുറ്റും ഇതേപോലത്തെ ഒരുപാട് എക്സാമ്പിൾസ് കൂടെ ഉണ്ട്. അപ്പോൾ അങ്ങനെ കൂടെ നമ്മൾ ഓർത്ത് വെക്കുക. അപ്പോൾ കുട്ടികൾക്കുള്ള സപ്പോർട്ടും കൂടെ കൊടുക്കണമെന്ന് പറയുന്നുണ്ട്. അപ്പോൾ അതാണ് ലേബർ ഫോഴ്സിൽ ഡ്രോപ്പ് വരാൻ കാരണം. പോസ്റ്റ് മാരേജ് ഫീമെയിൽ എംപ്ലോയ്മെന്റ് റേറ്റ്സ് ആർ ഡ്രോപ്പിംഗ്. അപ്പം അങ്ങനെ ഒരുപാട് പറയുന്നുണ്ട്. കെയർ ഗിവിംഗ് ഫോർ ചിൽഡ്രൻ, അങ്ങനത്തെ പുതിയ സ്കീമുകളുണ്ട്. വിമൻ ആൻഡ് മിനിസ്ട്രി റൺസ് ദ പൽന സ്കീം. ഇറ്റ്സ് ദ പൽന ഓഫ് വിച്ച് നാഷണൽ പ്രോഗ്രാം കം അംഗൻവാടി ക്രഷ് ഡേ കെയർ ഫെസിലിറ്റി ഫോർ ചിൽഡ്രൻ വർക്കിംഗ് പാരൻസ്. അപ്പം ഇതിനകത്ത് അംഗൻവാടി വർക്കേഴ്സിന് വലിയ റോൾ ഉണ്ടെന്നാണ് പറയുന്നത്. കുട്ടികളെയും കൂടെ നോക്കാനുള്ള ഫെസിലിറ്റി കൊടുത്താൽ ഇവരെല്ലാവരും നല്ലോണം ലേബർ ഫോഴ്സ് പാർട്ടിസിപ്പേഷൻ, സ്ത്രീകളും ഒരുപാട് മുന്നോട്ട് വരും ജോലിക്ക്. അപ്പോൾ അതാണ് ഇന്നത്തെ പ്രധാനപ്പെട്ട നാഷണൽ വാർത്തയിൽ. ബിസിനസ്സിൽ ഇതിൽ പ്രധാനപ്പെട്ട വാർത്തകളെല്ലാം ഇതൊരു കോളമാണ്, ഇതിനകത്ത് വലിയ കാര്യങ്ങളൊന്നുമില്ല. പിന്നെ മൂവിങ് ഓൺ ടു ദി ഇന്റർനാഷണൽ ന്യൂസ്, വെരി ഇമ്പോർട്ടൻറ്റ്. ഇസ്രായേൽ സ്ട്രൈക്സ് കിൽ 15 ഇൻ ഗാസ, ലൂട്ടിംഗ് ഹാമ്പേഴ്സ് എയ്ഡ് ടു UNRWA. അപ്പോൾ ഈ ഏജൻസിയെ കുറിച്ചിട്ട് എന്താണ്? UNRWA. ഇസ്രായേൽ എപ്പോഴും പ്രശ്നമുണ്ടെങ്കിലും പാലസ്തീനിലുണ്ടെങ്കിലും എന്താണ് UNRW? ഡെഫിനറ്റ്ലി നമുക്കിവിടെ അറിയാം, യുണൈറ്റഡ് നേഷൻസ് RWA എന്ന് ഉദ്ദേശിക്കുന്നത് എന്താണ്? ഇറ്റ് ഈസ് റിലീഫ് ആൻഡ് വർക്കേഴ്സ് ഏജൻസി ഫോർ പാലസ്റ്റീൻ റെഫ്യൂജീസ്. അതാണ് റിലീഫ് ആൻഡ് വർക്കേഴ്സ് ഏജൻസി ഫോർ പാലസ്റ്റീൻ റെഫ്യൂജീസ്. UN എനിക്ക് തോന്നുന്നു ആദ്യമായിട്ടായിരിക്കും ഒരു വിഭാഗം ആൾക്കാർക്ക് വേണ്ടി ഒരു ഏജൻസി തുടങ്ങിയിട്ടുള്ളത്. അത് പലസ്തീനിയൻ ആൾക്കാർക്ക് വേണ്ടിയാണ്, പാലസ്തീനിയൻ റെഫ്യൂജീസിന് വേണ്ടിയാണ് ഇത് മെയിൻലി തുടങ്ങി വെച്ചിരിക്കുന്നത്. അപ്പോൾ വരും ദിവസങ്ങൾ എന്താണ് UNRWA എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവിടുത്തെ പാലസ്തീനിയൻ റെഫ്യൂജീസിന് വേണ്ടിയാണ് അത് ഏറ്റവും കൂടുതൽ വരുന്നത്. റിലീഫും വർക്കുമാണ്, വർക്ക് ഏജൻസി. RWA റിലീഫ് വർക്ക് ഏജൻസി ഫോർ പാലസ്തീനിയൻ റെഫ്യൂജീസ്. ഓർത്ത് വയ്ക്കുക, ഇസ്രായേലിൽ വർക്ക് ചെയ്യുന്ന ഒരു ഏജൻസിയാണ്. പിന്നെ അടുത്ത കൺട്രി ചെക്ക്, മാപ്പ് ചെക്ക്. വേർ ഇസ് ഐസ്ലൻഡ്? ഐസ്ലൻഡും വന്നിട്ടുണ്ട് മാപ്പിൽ. അപ്പോൾ അടുത്ത മാപ്പിൽ ഉറപ്പായിട്ടും നമുക്ക് ഐസ്ലൻഡിൻ്റെ ബോർഡറിംഗ് രാജ്യങ്ങൾ ഏതാണെന്നുള്ളത് പഠിക്കേണ്ട സമയമായി. പിന്നെ ഇസ്കോണിൻ്റെ ബംഗ്ലാദേശ് പ്രശ്നം അധികമില്ല. റഷ്യ ഇസ് ഗോയിങ് ഫോർ $145 ബില്യൺ ഡിഫൻസിൽ. റെക്കോർഡാണ്. ആലോചിച്ച് നോക്കൂ, $145 ബില്യൺ പുടിൻ റഷ്യയിൽ ഡിഫൻസിന് വേണ്ടി ചിലവാക്കുന്നത്. കാരണം അറിയാം, ഓൾറെഡി വളരെയധികം ഡിഫിക്കൽട്ട് സിറ്റുവേഷനിലാണ് റഷ്യ. പലയിടത്തും റഷ്യ ഒറ്റപ്പെട്ടാണ് നിൽക്കുന്നത്. ഏത് സമയം യുദ്ധം വന്നാലും, യുക്രൈനെതിരെ വന്നാലും, ആർക്കെതിരെ വന്നാലും റഷ്യ ഡിഫൻസ് ബഡ്ജറ്റ് കൂടിയിട്ടുണ്ട്. അപ്പോൾ ഇതെല്ലാം ക്യാപിറ്റലാണ്. കണ്ടോ, യുക്രൈനിൻ്റെ വരുന്ന സമയത്ത് യുക്രൈൻ്റെ ക്യാപിറ്റലാണ് കീവ്, ബംഗ്ലാദേശിൻ്റെ ക്യാപിറ്റലാണ് ധാക്ക, ഐസ്ലൻഡിൻ്റെ ക്യാപിറ്റലാണ് റേക്ജാവിക്. ഓർത്ത് വയ്ക്കുക. ഗാസ ഞാൻ പിന്നെ അവിടെ വിട്ടു. ഐസ്ലൻഡ് എന്ന് പറയുമ്പോൾ ക്യാപിറ്റൽ സിറ്റി മാച്ച് ചെയ്ത് ചോദിക്കാം. ഉക്രൈൻ ധാക്ക, റേക്ജാവിക് എന്ന് ചോദിക്കുമ്പോൾ റേക്ജാവിക് ഇസ് ഐസ്ലൻഡ്സ് ക്യാപിറ്റൽ. ഓർത്ത് വയ്ക്കുക, റേക്ജാവിക് എന്ന വാക്ക് കേൾക്കുമ്പോൾ. ധാക്ക നിങ്ങൾക്കറിയാം ബംഗ്ലാദേശിനെയാണ്. യുക്രൈൻ്റെ ക്യാപിറ്റലാണ് കീവ്. റഷ്യസ് ക്യാപിറ്റൽ മോസ്കോ. ലോകത്തെ എല്ലാ രാജ്യങ്ങളിലെയും ക്യാപിറ്റൽ പഠിച്ചു വയ്ക്കാൻ പറയുന്നില്ല, പക്ഷേ മാച്ച് ദ ഫോളോയിങ് എന്ന് ചോദിച്ചാൽ നിങ്ങൾക്ക് ഇതിനെക്കുറിച്ച് നല്ലൊരു ധാരണ ഉണ്ടാകണം. ആൻഡ് എ വെരി ഇൻട്രസ്റ്റിംഗ് ന്യൂസ് കമ്മിങ് ഹിയർ. അങ്ങനെ ഒരു നമ്മൾ സിനിമയിലൊക്കെ കാണുന്ന പോലെ, ഇഫ് യു വാച്ച് അമേരിക്കൻ സീരീസ് യു വിൽ അണ്ടർസ്റ്റാൻഡ്, നമ്മൾ ഏറ്റവും കൂടുതൽ കാണുന്ന ഒരു സംഭവമാണ് FBI, ദ ഫെഡറൽ ബ്യൂറോ ഓഫ് ഇൻവെസ്റ്റിഗേഷൻ. നമ്മുടെ ഇവിടെ IB, CBI എന്നൊക്കെ പറയുന്ന പോലെയാണ് അവരുടെ ഒരു ഫോഴ്സ്. ആൻഡ് ഒബ്വിയസ്ലി അമേരിക്കയുടെ മറ്റൊരു ഏജൻസിയാണ് CIA, സെൻട്രൽ ഇൻ്റലിജൻസ് ഏജൻസി. നമ്മുടെ ഇവിടെ റോ പോലെയാണ് അവിടുത്തെ നമ്മുടെ റോ ആണ് അവരുടെ CIA. നമ്മുടെ IB, CBI പോലത്തെ ഏജൻസി അല്ലെങ്കിൽ പോലീസിംഗ് ഫോഴ്സാണ് അവരുടെ FBI എന്ന് പറയുന്നത്. ട്രംപ് ചൂസസ് കാഷ് പട്ടേൽ, ഇന്ത്യൻ വംശജനാണ്. ഇദ്ദേഹത്തിന് FBI ലീഡ് ചെയ്യാൻ വിളിച്ചിരിക്കുകയാണ്. കാഷ് പട്ടേൽ വിൽ ബിക്കം, അപ്പോൾ ഓൾറെഡി CBI അവിടുത്തെ നമ്മുടെ FBI ഡയറക്ടറായിട്ട് ഓൾറെഡി അവിടുത്തെ ഡയറക്ടർ ക്രിസ്റ്റഫർ റേ എന്ന് പറഞ്ഞ ആളാണ്. അദ്ദേഹത്തിന് 10 വർഷം അപ്പോയിന്റ് ചെയ്തതാണ് 2017. സോ 27 വരെ അദ്ദേഹത്തിന് സമയമുണ്ട്. അപ്പോൾ ഡെഫിനറ്റ്ലി അയാളെ ഡിസ്മിസ് ചെയ്തിട്ട് വേണം ട്രംപ് വരികയാണെങ്കിൽ ഇങ്ങനെ ഒരു സംഭവം കൊണ്ടുവരാൻ. ഒരു ഇന്ത്യൻ വംശജൻ ഡെഫിനറ്റ്ലി. ഇന്നലെ നമ്മൾ ഡോക്ടർ ജെ ഭട്ടാചാര്യയെ കുറിച്ച് പഠിച്ചു. അവിടുത്തെ റിസർച്ചിൽ, ഹെൽത്ത് റിസർച്ചിൽ ജെ ഭട്ടാചാര്യ, വിവേക് രാമസ്വാമി ആൻഡ് നൗ കാഷ് പട്ടേൽ, എല്ലാം ഇന്ത്യൻ ഒറിജിനൽ ആൾക്കാരാണ്. സോ ഹാവ് എൻ ഐഡിയ, ട്രംപ് ഒരുപാട് ആൾക്കാരെ പ്രൊമോട്ട് ചെയ്യുന്നുണ്ട്.
ഈ ഡോളറിലേക്ക് ഞാൻ വരാം. പിന്നെ പ്രധാനപ്പെട്ട മറ്റ് ആർട്ടിക്കിൾ എന്ന് പറയുന്നത്, ഇത് വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടൊരു വാർത്തയാണ്. ട്രംപ് ഇപ്പോഴേ ഞെട്ടിച്ചു തുടങ്ങിയ ആൾക്കാരെ, വേറൊന്നുമല്ല, കഴിഞ്ഞ കുറേ നാൾ നിങ്ങൾ ബ്രിക്സ് രാജ്യങ്ങൾ എന്താണെന്ന് നോക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് തന്നെ ഏകദേശം ഒരു ക്ലാരിറ്റി ഉണ്ടാവും. ബ്രിക്സ് രാജ്യങ്ങൾ കഴിഞ്ഞ കുറേ നാളുകളായിട്ട്, ബ്രിക്സ് എന്ന് പറയുമ്പോൾ നമുക്കറിയാം ബ്രസീൽ, റഷ്യ, ഇന്ത്യ, ചൈന, സൗത്ത് ആഫ്രിക്ക, ഓൾറെഡി നമുക്ക് അറിയുന്ന രാജ്യങ്ങൾ അതിനകത്തുണ്ട്. ബ്രിക്സ് രാജ്യങ്ങളിൽ ഇപ്പോൾ ഇവർ മാത്രമല്ല, ബ്രസീൽ, റഷ്യ, ഈ ബ്രസീൽ, റഷ്യ അല്ലെങ്കിൽ സൗത്ത് ആഫ്രിക്കനെക്കാട്ടും കൂടുതൽ പുതിയ രാജ്യങ്ങൾ വരുന്നുണ്ട്. ആ പുതിയ രാജ്യങ്ങൾ വന്ന് ഏതൊക്കെയാണ്? എത്യോപ്യ വന്നിട്ടുണ്ട്, വെരി വെരി ഇമ്പോർട്ടൻറ്റ്. ബ്രിക്സിന്റെ പുതിയ രാജ്യങ്ങൾ വന്നത് എത്യോപ്യ വന്നിട്ടുണ്ട്, ഈജിപ്റ്റ് വന്നിട്ടുണ്ട്, അതേപോലെ ഇറാൻ വന്നിട്ടുണ്ട്, UAE വന്നിട്ടുണ്ട്. അപ്പോൾ പ്രധാനപ്പെട്ട ബ്രിക്സ് മീറ്റിങ്ങിലൊക്കെ ഇപ്പോൾ ചർച്ച ചെയ്തൊരു ബ്രിക്സ് മീറ്റിംഗിൽ പറഞ്ഞൊരു കാര്യം എന്താ? റഷ്യ ബ്രിക്സ് മീറ്റിംഗിൽ പറഞ്ഞൊരു പ്രധാനപ്പെട്ട അജണ്ട എന്താന്ന് വെച്ചാൽ ഡീഡോളറൈസേഷൻ. വെരി വെരി ഇമ്പോർട്ടൻറ്റ്. ഡീഡോളറൈസേഷൻ അഥവാ ഇനി മുതൽ ബ്രിക്സ് രാജ്യങ്ങൾ തമ്മിലുള്ള ട്രാൻസാക്ഷന് ഡോളർ ഉപയോഗിക്കണ്ട എന്നാണ് ഇതിൽ പറയുന്നത്. ഡോളർ ഉപയോഗിക്കണ്ട, യു ആർ ഡീഡോളറൈസിങ് ഇറ്റ് എന്ന് പറയുമ്പോൾ ഡോളർ ഉപയോഗിക്കണ്ട. നമ്മുടെ ഇപ്പോൾ റഷ്യയും ഇന്ത്യയും ചോദിക്കുന്നുണ്ട്, നമുക്ക് ശരിക്കും റുപ്പിയിലും റൂബിളിൽ തന്നെ കറൻസി അങ്ങോട്ടും ഇങ്ങോട്ടും ട്രാൻസ്ഫർ ചെയ്താൽ പോരെ, നമ്മൾ എന്തിനാണ് ഈ ഡോളറിൽ ഡിപ്പെൻഡ് ചെയ്യുന്നത്? ഈ ഡോളറിൽ ഡിപ്പെൻഡ് ചെയ്യുമ്പോൾ എന്താണെന്ന് വെച്ചാൽ അത് അമേരിക്കനെ US ഡിപ്പെൻഡ് ചെയ്യുന്ന പോലെയാണ്. പിന്നെ റഷ്യയും പറഞ്ഞിരുന്നു ഈ അടുത്ത് ഇന്റർനാഷണൽ പേയ്മെന്റ് സിസ്റ്റം സ്വിഫ്റ്റ് എന്ന് പറഞ്ഞൊരു പേയ്മെന്റ് സിസ്റ്റം ഉണ്ട്. ഇതൊക്കെ ഞാൻ ഓൾറെഡി ഡിസ്കസ് ചെയ്ത പോയിന്റ്സ് ആണ്. നമുക്ക് ഈ സിസ്റ്റം വേണ്ട, നമുക്ക് വേറെ സിസ്റ്റം എടുക്കാം. അപ്പോൾ റഷ്യയും പല രാജ്യങ്ങളും ഇനി മുതൽ ഡോളർ ഒഴിവാക്കി മറ്റ് കറൻസീസിൽ ട്രാൻസാക്ട് ചെയ്യാന്ന് പറയുന്നുണ്ട്. എന്തിനാണ് ഈ ഡോളറിനെ ഡിപ്പെൻഡ് ചെയ്യുന്നില്ലേ? ട്രംപിന്റെ പുതിയ വാണിംഗ് ആണ്. ബ്രിക്സ് രാജ്യങ്ങൾ ഏതെങ്കിലും കാരണവശാൽ ഡോളറിൽ ട്രാൻസാക്ട് ചെയ്യുന്നത് നിർത്തിയാൽ ഞങ്ങൾ ടാരിഫ് വളരെ ഹൈ ആക്കി തരും എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ടാരിഫ് അടിച്ച് കൈ തരും. പിന്നെ നിങ്ങളുടെ US മാർക്കറ്റിൽ നിങ്ങൾ ഒരു പ്രൊഡക്റ്റും മര്യാദയ്ക്ക് വിൽക്കില്ല. എന്താണ് ഈ ടാരിഫ് എന്ന് മനസ്സിലായോ? അതായത് ഇത് USA മാർക്കറ്റ് ആണെന്ന് മനസ്സിലാക്കുക. ഇവിടെ ഓൾറെഡി ഇതിന് ബോർഡർ ആണെന്ന് വിചാരിക്കാം. ബ്രിക്സ് രാജ്യങ്ങൾ ഓരോന്നും ഓരോ രാജ്യങ്ങളാണ്. ഈ പറഞ്ഞ എല്ലാ റഷ്യ മാറ്റിക്കഴിഞ്ഞാൽ പ്രധാനപ്പെട്ട എല്ലാ രാജ്യങ്ങൾക്കും, ഇന്ത്യ ആണെങ്കിലും ചൈന ആണെങ്കിലും ഒക്കെ USA ആയിട്ട് നല്ല ബന്ധമാണ്. നമ്മുടെ പ്രൊഡക്റ്റ് അവിടെ നമ്മൾ US അയക്കുന്നുണ്ട്. അപ്പോഴാണല്ലോ US മാർക്കറ്റിൽ ഇത് വിൽക്കുക, USA മാർക്കറ്റിൽ ഇത് വിൽക്കുക, അവിടുത്തെ ആൾക്കാർ വാങ്ങുക, നമ്മൾ എക്സ്പോർട്ട് ചെയ്യുന്നതിന് നമുക്ക് പൈസ കിട്ടുക. ഇവിടെ ഈ പോയിന്റിൽ ടാരിഫ് ട്രംപ് 100% ടാരിഫ് ഭയങ്കര ഹൈ ആക്കി വെച്ച് എന്ത് സംഭവിക്കും മനസ്സിലാക്കിക്കോളൂ. 5 രൂപയുടെ പ്രൊഡക്റ്റ് ഇവിടെ നിന്ന് 5 രൂപയുടെ പ്രൊഡക്റ്റ് ഇവിടെ പോകുമ്പോൾ ടാരിഫ് അടിച്ചു. 5 രൂപയുടെ പ്രൊഡക്റ്റാണ്. സാധാരണ എത്തുമ്പോൾ നമുക്ക് 5 രൂപ 10 രൂപയൊക്കെ ആവാറുണ്ടാവുമെന്ന് വിചാരിക്കുക. ഇനി മുതൽ ഇത് കൂട്ടാണ്, പെർസെൻറ്റേജ് കൂട്ടാണ്, ടാരിഫ് അടിച്ചു കൊടുക്കുകയാണ്. 5 രൂപയുടെ സാധനം ഇവിടെ എത്തുമ്പോൾ ചിലപ്പോൾ 1500 രൂപയാവും എന്ന് വിചാരിക്കുക. 5 രൂപയുടെ സാധനം ആരെങ്കിലും 1500 രൂപയ്ക്ക് സാധനം വാങ്ങുമോ? ഒരിക്കലും വാങ്ങില്ല. അമേരിക്കയിൽ ഓൾറെഡി നമ്മുടെ സാധനം 7 രൂപയ്ക്കാണ് അവിടെ വിൽക്കുന്നതെങ്കിൽ അവിടെയും ഏകദേശം 10 രൂപയ്ക്ക് വിൽക്കുന്ന സാധനങ്ങളുണ്ടാവും. 10 രൂപയ്ക്ക് വാങ്ങിക്കേണ്ട സാധനം ആരും 1500 രൂപയ്ക്ക് വാങ്ങിക്കില്ല. അങ്ങനെ വന്നു കഴിഞ്ഞാൽ നമ്മുടെ ഗുഡ്സ് ഒക്കെ അവിടെ കെട്ടിക്കിടക്കും, നമുക്ക് ട്രേഡ് ചെയ്യാൻ പറ്റില്ല. ട്രംപ് ത്രറ്റൻ ചെയ്തിരിക്കുകയാണ്, ഡോളറിൽ തന്നെ ട്രാൻസാക്ട് ചെയ്തു. സോ നമുക്ക് മനസ്സിലാക്കണം, ഡോളറിന്റെ വാല്യൂ കൂട്ടാനുള്ള ശ്രമമാണ്. ലോകത്ത് ഏകദേശം 58% ഗ്ലോബൽ ട്രാൻസാക്ഷൻ രാജ്യങ്ങൾ തമ്മിലും 51% ഓഫ് ഗ്ലോബൽ ഫോറിൻ എക്സ്ചേഞ്ച്, രാജ്യങ്ങളുടെ ഗ്ലോബൽ ഫോറിൻ എക്സ്ചേഞ്ച് ആട്ടോ ഫോറക്സ്, 58% ഫോറക്സ് ഡോളറിലാണ് ട്രേഡ് ചെയ്യുന്നത്. ഓ ദാറ്റ്സ് എ ഹ്യൂജ് നമ്പർ. 60%-ഓളം ഡോളറാണെന്ന് പറയുമ്പോൾ ലോകത്തെ മേജർ അത് തന്നെയാണ്. അപ്പോൾ അതിലേക്ക് വേണ്ട എന്ന് ഇപ്പോഴേ ട്രംപ് വാൺ ചെയ്യുന്നുണ്ട്. സോ എക്കണോമിക്സ് പെർസ്പെക്റ്റീവിൽ യു ഷുഡ് ബി ഹാവിങ് എ വെരി ഗുഡ് ഐഡിയ. പിന്നെ അയർലൻഡിൻ്റെ ഒരു വാർത്തയുണ്ട്. അപ്പോൾ നിങ്ങൾ മാപ്പിൽ നിങ്ങൾക്കൊരു ധാരണ ഉണ്ടാവണം, എവിടെയാണ് അയർലൻഡ്, എവിടെയാണ് സ്കോട്ട്ലൻഡ്, എവിടെയാണ് ബ്രിട്ടൻ, ഇംഗ്ലണ്ടൊക്കെ എവിടെയാണെന്നുള്ള ധാരണ അയർലൻഡ് ഉള്ളതുകൊണ്ട് സോ നോ വേർ ഇസ് അയർലൻഡ് എന്നും കൂടെ നോക്കി മനസ്സിലാക്കി വെക്കാം. ഓക്കെ, സോ ദിസ് വാസ് ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് കോണ്ടന്റ് ഓഫ് ദ ഡേ. അടുത്ത December 3 ഞാൻ ഉടനെ അടുത്ത് അപ്ലോഡ് ചെയ്യും. December 4 നിങ്ങൾക്ക് കിട്ടും. ഡു നോട്ട് വറി ഓൺ ദാറ്റ്. എല്ലാ കണ്ടന്റും ഞാൻ കോമ്പൻസേറ്റ് ചെയ്യുന്നതായിരിക്കും. Okay, so thank you so much. Keep listening to IAS Factor. This is Arjun R. Shankar. Thank you.